അപ്പം നമുക്ക് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നമുക്ക് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമ്മളൊരു ആറ്റിറ്റ്യൂഡിനെ പറ്റിയൊക്കെ നമുക്ക് ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ പഠിക്കാൻ പോണ ഓൺ പേജ് ഒപ്റ്റിമൈസേഷന്റെ ഡെഫിനിഷൻ. ഒരു വെബ്സൈറ്റിന്റെ SEO ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വെബ്സൈറ്റിനകത്ത് നമ്മൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താറുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ. ജോയിൽ അതിനൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കിയാൽ വാട്ട് ഈസ് മീൻ ബൈ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് ഒരാൾ ചോദിച്ചാൽ എങ്ങനെ ആൻസർ പറയും ജോയൽ? ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ? മലയാളത്തിൽ പറഞ്ഞാൽ മതി, മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഒരു SEO ചെയ്യുന്ന ഭാഗമായിട്ട് അതിന്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന മോഡിഫിക്കേഷൻസിനെയാണ്. അതിന്റെ അല്ല, നമ്മളൊരു വെബ്സൈറ്റിന് SEO ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വെബ്സൈറ്റിനുള്ളിൽ, അതായത് വെബ്സൈറ്റിനകത്ത്, അതിന്റെ അല്ല, വെബ്സൈറ്റിന്റെ അകത്ത് നമ്മൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താറുണ്ട്. കണ്ടന്റ്സ് ഒപ്റ്റിമൈസ് ചെയ്യാറുണ്ട്, ടൈറ്റിൽ ഒപ്റ്റിമൈസ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ഇനി പഠിക്കാൻ പോണേ. അങ്ങനെ SEO ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വെബ്സൈറ്റിനുള്ളിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളെ എല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ. ഇതിനെ ചില ആൾക്കാർ ഓൺ സൈറ്റ് എന്നും പറയാറുണ്ട്, ചില ആൾക്കാർ ഓൺ സൈറ്റ് ഒപ്റ്റിമൈസേഷൻ എന്നും പറയാറുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിന്റെ വീഡിയോ ജോയിൽ നേരെ കൃത്യമായിട്ട് കേട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അല്ല, കേട്ടു. ഓൺ പേജ് എന്ന് പറയുന്നതിന് ചില സ്ഥലങ്ങളിൽ ഓൺ സൈറ്റ് എന്ന് പറയും. അതായത് ഒരു വെബ്സൈറ്റിലെ ഒരു പേജിനെ നമ്മൾ ചെയ്യുമ്പോൾ അതിനെ ഓൺ പേജ് എന്ന് പറയും. എന്നാൽ ഒരു വെബ്സൈറ്റിന്റെ എല്ലാ പേജുകളെയും ചെയ്യുമ്പോൾ, ഒരു സൈറ്റിന്റെ എല്ലാ പേജുകളെയും ചെയ്യുമ്പോൾ ഓൺ സൈറ്റ് എന്ന് പറയാം. ഇത് എടുത്തു പറയുന്നതിന്റെ കാര്യം, ചിലപ്പോൾ നമ്മൾ ഓൺ പേജ് എന്നൊക്കെ പറഞ്ഞ ഡെഫിനേഷൻ ഒക്കെ പഠിച്ചോ ഒക്കെ ചെയ്തിട്ട് ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഓൺ സൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മളെ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് നിരാശയായി. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിപ്പോയാൽ മതിയെന്നാവും, ഇല്ലേ? നമ്മൾ പഠിച്ച ഒരു എക്സാമിന് നല്ല ശുഭപ്രതീക്ഷയോട് കൂടി ചെന്നിരിക്കുമ്പോഴത്തേക്ക് അവിടെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറിഞ്ഞുകൊടുത്താണെങ്കിൽ ദൈവമേ, ഈ പരീക്ഷ എപ്പോൾ തീരും എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ നമ്മൾ ഇരിക്കുക, അല്ലേ? നമുക്ക് ഒരു രക്ഷയില്ല, എഴുതി പാസ്സാവുന്ന കാര്യം. ഇനി നമുക്ക് എന്ത് നോക്കാം? അടുത്ത സപ്ലി നോക്കാം എന്നേ നമ്മൾ അപ്പോൾ തന്നെ തീരുമാനിക്കും. കാരണം ഒരു രക്ഷയില്ല, ഒന്നും പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ലാത്തവർക്ക് നമുക്ക് ഭയങ്കര നിരാശയായിരിക്കും. അതുപോലെ ഒരു ഇന്റർവ്യൂ ബോർഡിൽ ചെല്ലുമ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. ഓൺ പേജ് എന്നും ഓൺ സൈറ്റ് എന്നൊക്കെ ചോദിക്കാം. ഓൺ സൈറ്റ് എന്ന് ചോദിക്കുന്ന ആൾക്കാർ തിരിച്ചു വന്ന് നമ്മുടെ അടുത്ത് പറയാണ്, സാറേ ഓൺ പേജ് നമ്മൾ പഠിച്ചിട്ട് പോയി, ഓൺ പേജ് എന്നല്ല അവർ ചോദിച്ചത്, ഓൺ സൈറ്റ് എന്ന് ചോദിച്ചെന്നൊക്കെ പറയാറുണ്ട്. അപ്പം നിങ്ങൾ എന്ത് പറഞ്ഞു വെച്ചാൽ ഞാൻ ഓൺ പേജാണ് പറഞ്ഞത്, കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ഇല്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ ഓൺ പേജിൻ്റെയും ഓഫ് പേജിൻ്റെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിനകത്തുള്ള ഒരു പേജിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് joel.com എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ ഒരു പേജിനെ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ടൈറ്റിലോ മെറ്റാ ഡിസ്ക്രിപ്ഷനോ ഒക്കെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, SEO ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് പറയാം, ഐ ആം ഡൂയിങ് ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ഇൻ എ പർട്ടിക്കുലർ പേജ് ഓഫ് joel.com. joel.comന്റെ ഹോം പേജിന് ഞാൻ ഓൺ പേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജോയലിന്റെ വെബ്സൈറ്റിനകത്ത് ഇപ്പൊ എന്താ വർക്ക് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൺ പേജ് എന്ന് പറയാം, കുഴപ്പമില്ല. പക്ഷെ എല്ലാ പേജുകളിലും എഡിഷൻ വരുത്തുന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എന്തും പറയാം, ഓൺ സൈറ്റ് എന്നും പറയാം. ഓൺ സൈറ്റ് എന്ന് പറയാം. എല്ലാ പേജുകളിലും ഉദാഹരണത്തിന് ഞാൻ എല്ലാ പേജുകളിലും ചില ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ക്യാൻ ബി കോൾഡ്. ഉദാഹരണത്തിന് നിങ്ങളെ ഹോം പേജ് എടുത്ത് ഒരു പേജിനെ ഞാൻ വെപ്പിയാക്കി, അടുത്ത എബൌട്ട് പേജ് എടുത്ത് അതിനകത്തുള്ള ഇമേജിനെ വെപ്പിയാക്കി, അങ്ങനെ അതിനെ ഓൾട്ട് കൊടുത്ത്, അങ്ങനെ 5, 10, 15 പേജുകളെ ഓരോ സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ഐ ആം ഡൂയിങ് ഓൺ സൈറ്റ് ഒപ്റ്റിമൈസേഷൻ ഇൻ joel.com. ക്ലിയർ ആയല്ലോ? എല്ലാ പേജുകളിലും നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് ചോദിക്കുന്ന രീതി അനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ പ്രാപ്തമായി നിങ്ങൾ പോകണം എന്നുള്ളതാണ് ഇതിനകത്തുള്ള വസ്തുത. തിരിച്ചു വരാം. ഇനി ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, വേണമെങ്കിൽ പറയാം, സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ, അല്ലേ? ഇനി ഇത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ പഠിച്ചു കഴിഞ്ഞ് അതിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പേജിനെ SEO ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ചെറിയ സഹായം ചെയ്യാൻ പോകണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്കാണ് വരേണ്ടത്. നമ്മൾ ഗൂഗിളിനെ സഹായിക്കാൻ പോകുന്നതാണ് എന്നുള്ള ഒരു മാനസിക നിലയിലേക്ക് നമ്മൾ താഴണം. നമ്മൾ ആറ്റിറ്റ്യൂഡ് ഒരു വെബ്സൈറ്റിന്റെ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആറ്റിറ്റ്യൂഡ് നമ്മളൊരു വലിയ വിദഗ്ധനാണ്, നമ്മളൊരു വലിയ SEO ആണ്, നമ്മൾ SEO മാജിക് കാണിച്ച് ഒരു പേജിനെ ഗൂഗിളിൽ റാങ്ക് ചെയ്യിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും മനസ്സിൽ കണക്കാക്കരുത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു അഹങ്കാരമോ അഹംഭാവമോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു എന്താ പറയുക, വേറൊരു വാക്ക് പറഞ്ഞേ ജോയിലെ, നമ്മളൊരു എക്സ്പെർട്ട് എന്നാണെന്നൊക്കെ ഉള്ള ഒരു തോന്നൽ, ഞാൻ വലിയൊരു സംഭവമാണെന്നൊക്കെ തോന്നുന്നതിന് നമ്മൾ എന്ത് പറയും? ഇംഗ്ലീഷ് പറയാൻ
പറയണം, മലയാളത്തിൽ പറഞ്ഞോളൂ. ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ തോന്നുന്നതിന് ഒരു ഭാവം ഉണ്ടല്ലോ, അത് അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. അഹങ്കാരം, പൊങ്ങച്ചം, ആ, അതല്ലേ? ഒരു SEO എന്നുള്ള രീതിയിൽ ഒരു പൊങ്ങച്ച മൈൻഡോട് കൂടി നിങ്ങൾ ഒരിക്കലും ഒരു പേജിന്റെ SEO ചെയ്യാൻ വേണ്ടി പോകരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യണം, താഴത്തേക്ക് താഴുക. നമ്മൾ നിലത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മളൊരു പേജിനെ SEO ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിളിനെ സഹായിക്കാനാണ് പോകുന്നതെന്നൊരു മനസ്സിലേക്ക് വരിക. നമ്മൾ ഗൂഗിളിന് നമ്മളെ പേജിനെ ക്രോൾ ചെയ്ത് മനസ്സിലാക്കാൻ, ഗൂഗിളിന്റെ വെബ് ക്രോളേഴ്സിന് നമ്മളെ പേജിനെ ഈസി ആയിട്ട് ക്രോൾ ചെയ്യാനും ക്രോൾ ചെയ്ത് നമ്മളെ പേജ് എന്തിനെ പറ്റിയുള്ളതാണെന്ന് മനസ്സിലാക്കാനും പാകത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗൂഗിളിന് ഒരു സഹായം ചെയ്ത് കൊടുക്കുന്ന ഒരു മാനസിക സ്ഥിതിയിലേക്ക് ഇല്ലേ. ഒരാളിനെ സഹായിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ നിലത്തുറച്ച് നിൽക്കണം ഇല്ലേ, നമ്മൾ താഴ്പത്തോട്ട് നിൽക്കണം. ഒരു വഴി ഇരിക്കുന്ന ഒരാളിന് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ കുമ്പിട്ട് നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇല്ലേ. അതേപോലെ നമ്മൾ ഒരു ഹെൽപ്പാണ് ചെയ്യാൻ പോണേ. ആരെ ഹെൽപ്പ് ചെയ്യുന്നു? വി ആർ ജസ്റ്റ് ഹെൽപ്പിംഗ് ഗൂഗിൾ ടു ഈസിലി ക്രോൾ അവർ വെബ് പേജസ് ആൻഡ് ഐഡന്റിഫൈ അവർ വെബ് പേജസ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്കാണ് നമ്മൾ വരേണ്ടത്. നമ്മൾ ഗൂഗിളിനെ സഹായിക്കാൻ പോകുന്ന ആൾക്കാരാണെന്നും നമ്മൾ ഗൂഗിളിനെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് SEO ഓൺ പേജ് ചെയ്യുന്നതെന്നും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടന്നോളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നിന്നിട്ട് വേണം നമ്മൾ SEO ചെയ്യാനായിട്ട്. ഇനി നമ്മളുടെ വെബ് പേജിനെ ഗൂഗിൾ ക്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളുടെ SEOയുടെ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ അതുമായിട്ട് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു, ഈ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം ഒരു വെബ്സൈറ്റിനെ ഗൂഗിൾ ക്രോൾ ചെയ്യുമ്പോൾ ആദ്യം ആ വെബ്സൈറ്റിന്റെ URL-നെയാണ് ഗൂഗിളിന്റെ വെബ് ക്രോളേഴ്സ് കാണുക അല്ലെങ്കിൽ ക്രോൾ ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ joel.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിനെയാണ് ഗൂഗിൾ ക്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പൊ joel.com എന്ന് പറയുന്ന ആ ഡൊമൈൻ നെയിമിനകത്തുള്ള ആ URL അഡ്രസ് അല്ലെങ്കിൽ ആ ഡൊമൈൻ അഡ്രസ് അതിനെയാണ് ചെക്ക് ചെയ്യുക. ആദ്യം ചെക്ക് ചെയ്തപ്പോൾ joel.com, അതിനകത്തൊന്നും ഒരർത്ഥവും ഗൂഗിളിന് കിട്ടിയില്ല, ഒന്നും മനസ്സിലായില്ല. എന്നാൽ joel.com എന്ന് പറയുന്ന വെബ്സൈറ്റിന് പകരം computershop.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിനാണ് ഗൂഗിൾ ക്രോൾ ചെയ്തതെന്ന് വിചാരിച്ചോ. അപ്പൊ അവിടെ അതിന്റെ URL ക്രോൾ ചെയ്തപ്പോൾ തന്നെ ഗൂഗിളിന് ഓക്കെ, ഇറ്റ് മേ ബി എ ഷോപ്പ് സെല്ലിംഗ് കമ്പ്യൂട്ടേഴ്സ് അല്ലേ, കമ്പ്യൂട്ടർ വിൽക്കുന്ന ഒരു ഷോപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് അങ്ങനെ വിൽക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കാം, കമ്പ്യൂട്ടർ മേടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ സെല്ല് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കാം ഇത് എന്നൊരു ഹിന്റ് അവിടെ കിടപ്പുണ്ട്. കാരണം അവിടെ ആ ഡൊമൈൻ നെയിമിനകത്ത് തന്നെ 2 വേർഡ്സ് ഉണ്ട്. ഇനി joel.com/ ഫ്രീലാൻസ് SEO കൊച്ചി എന്നാണ് ജോയലിന്റെ വെബ്സൈറ്റിന്റെ ഒരു പേജ് കിടക്കുന്നത്. ആ പേജിന്റെ URL അഥവാ അതിന്റെ സ്ലഗിനെ ഗൂഗിൾ ക്രോൾ ചെയ്യുമ്പോൾ, സ്ലഗ് എന്ന് പറയുന്നത് ആ URL അഡ്രസ്, ആ പേജിന്റെ URL അഡ്രസ് joel.com/ ഫ്രീലാൻസ് SEO കൊച്ചി എന്ന് കിടക്കുന്ന ഒരു URL-നെ ഗൂഗിൾ ക്രോൾ ചെയ്യുമ്പോൾ ഇത് joel.com എന്നുള്ള വെബ്സൈറ്റിനകത്തുള്ള ഫ്രീലാൻസ് SEO കൊച്ചി എന്ന് പറഞ്ഞ ഒരു പേജ് ആണെന്നും മേ ബി ജോയൽ ഈസ് ഓഫറിംഗ് ഫ്രീലാൻസ് SEO സർവീസസ് എന്നുള്ള ഒരു ചെറിയ ഹിന്റും അതിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ URL-നകത്തുള്ള ചെറിയൊരു ഹിന്റിനെ ഗൂഗിൾ എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. URL-നെയാണ് ആദ്യം ഗൂഗിൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. computershop.com എന്നുള്ള വെബ്സൈറ്റിനെ ഗൂഗിൾ ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന് അവിടെ ഒരു ചെറിയ ഹിന്റ് ഉണ്ട്. ആ ഹിന്റ് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ടാണ് ഗൂഗിൾ അടുത്ത നടപടിയിലേക്ക് പോവുക. എന്താണ് അടുത്ത നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിനകത്തുള്ള SEO ടൈറ്റിലിനെയാണ് ഗൂഗിൾ അടുത്ത് ചെക്ക് ചെയ്യുക. SEO ടൈറ്റിലിനെ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ, ഫ്രീലാൻസ് SEO അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രീലാൻസ് SEO ഇൻ കൊച്ചി എന്ന് കിടപ്പുണ്ടെങ്കിൽ ഓക്കെ, ഇത് നേരത്തെ നമ്മൾ URL-നകത്ത് കണ്ടതുപോലെ ഫ്രീലാൻസ് SEO കൊച്ചി തന്നെയാണ്, അല്ലെങ്കിൽ കൊച്ചിയിലുള്ള ഒരു ഫ്രീലാൻസർ SEO തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ ഗൂഗിളിന് സാധിക്കും. പക്ഷെ അത് വെച്ചുകൊണ്ട് ഗൂഗിൾ ആ വെബ് പേജിനെ ഒറ്റയടിക്ക് അതിനെ ഫൈനലൈസ് ചെയ്യത്തില്ല. ഇനിയും ബാക്കി കാര്യങ്ങളും കൂടെ നോക്കി അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഗൂഗിൾ അതിനെ ഫൈനലൈസ് ചെയ്യുകയും അതിനെ ക്രോൾ ചെയ്ത് അതിന്റെ ക്യാച്ച് എടുക്കുകയും അതിനെ സെർച്ച് കൺസോൾ അവരുടെ ഡാറ്റാബേസിനകത്തോട്ട് സേവ് ചെയ്ത് വെക്കുകയും ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻഡെക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ക്രോളിംഗ്, ക്യാഷിംഗ് ആൻഡ് ഇൻഡെക്സിംഗ് എന്നുള്ള 3 പ്രോസസ്സിനകത്ത് നമ്മളെ പേജിനെ ക്രോൾ ചെയ്യാൻ വരുന്ന ബോട്ട്സ് ആദ്യം പേജിന്റെ URL-നെയാണ് ക്രോൾ ചെയ്യുക. computershop.com എന്ന് പറയുന്ന ഒരു പേജിന്റെ URL അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ URL ക്രോൾ ചെയ്തപ്പോൾ തന്നെ ഗൂഗിളിന് ഒരു ചെറിയ ഹിന്റ് കിട്ടി, ഇതൊരു കമ്പ്യൂട്ടർ സെല്ല് ചെയ്യുന്ന വെബ്സൈറ്റ് ആയിരിക്കാം എന്നൊരു ഹിന്റ്. എന്നാൽ അതിന്റെ ടൈറ്റിൽ റീഡ് ചെയ്തപ്പോൾ ഫോക്കസ് കമ്പ്യൂട്ടർ ഷോപ്പ് ഇൻ കൊച്ചി എന്നൊക്കെ ടൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിന് ആ ഹിന്റിനെ കുറച്ചുകൂടെ ഉറപ്പിക്കാം. ഓക്കെ, ഇത് നേരത്തെ URL ക്രോൾ ചെയ്തപ്പോൾ മനസ്സിലാക്കിയതുപോലെ കൊച്ചിയിലുള്ള ഒരു കമ്പ്യൂട്ടർ ഷോപ്പാണ്, അല്ലെങ്കിൽ ഫോക്കസ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ഒരു കമ്പ്യൂട്ടർ ഷോപ്പാണെന്നും അത് കൊച്ചിയിലുള്ളതാണെന്നും ഗൂഗിളിന് കുറച്ചുകൂടെ ക്ലാരിറ്റി കൊടുക്കുന്ന രീതിയിലാണ് ടൈറ്റിൽ എടുക്കുക. ഇനി ടൈറ്റിൽ എങ്ങനെ ഇരിക്കുമെന്നും ഇത് എവിടെയാണ് വരുന്നതെന്നും ഒക്കെ പഠിപ്പിക്കാനാണ് ഞാൻ അടുത്ത് പോകുന്നത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. മെറിൻ,
സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ഓക്കെ സർ. ഇനി ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാമെന്ന് വിചാരിക്കാം. കാണാമല്ലോ അല്ലേ? കാണാം സാർ. കാണാം സർ. നമ്മുടെ ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ഗൂഗിൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലേ? നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് എന്ത് വരും അറിയാമോ? കണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പബ്ലിക് ഡേ 2024 എന്ന് സെർച്ചിലേക്ക് പോകും. ഒപ്പം തന്നെ മഴ പോലെ കുറേ കളർഫുൾ ആയിട്ടുള്ള കുറേ പേപ്പറുകൾ വരും. വരണില്ല, അതാ വരുന്നു. കണ്ടോ? ഇത് നിങ്ങൾ കണ്ടായിരുന്നോ ഇന്ന്? കണ്ടോ? ബലൂൺ പൊട്ടി നമ്മുടെ റിപ്പബ്ലിക് ഡേ ഗൂഗിൾ സെലിബ്രേറ്റ് ചെയ്യണം. ഇതിനെ ഡൂഡിൽ എന്നാ പറയുക. കണ്ടിട്ടുണ്ടാവുമല്ലോ, ഗൂഗിൾ ഡൂഡിൽ. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഒരു വെബ്സൈറ്റിനെ ഓപ്പൺ ആക്കാൻ ആദ്യം ശ്രമിക്കാം. ഒരു വെബ്സൈറ്റ് ആദ്യം ഞാൻ ഓപ്പൺ ആക്കാം. moz.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ് ഞാൻ ഓപ്പൺ ആക്കി. ഞാൻ കാണിക്കാൻ പോണത് ഒരു വെബ്സൈറ്റിനകത്ത് അതിൻ്റെ സോഴ്സ് എടുത്തിട്ട് അതിനകത്ത് ടൈറ്റിൽ എവിടെ ഇരിക്കും, അത് എങ്ങനെയാണ് നമ്മൾ കാണുക എന്നൊക്കെ ഉള്ളതാണ്. നമുക്ക് SEO പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേജിനകത്ത് നടത്തുന്ന ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ 2 സ്ഥലങ്ങളിൽ ചെയ്യാറുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ 2 സ്ഥലങ്ങളിൽ കൊടുക്കാറുണ്ട്. ഒന്ന്, ഒരു പേജിൻ്റെ ഹെഡ് സെഷനകത്ത് വരുത്തുന്ന കുറേ മാറ്റങ്ങളും ഒരു പേജിൻ്റെ ബോഡി സെഷനകത്ത് വരുത്തുന്ന മാറ്റങ്ങളും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സെലിബ്രേറ്റ് മോസ് 20th ആനിവേഴ്സറി വിത്ത് എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ട്, സേവ് അപ് ടു 30%. കൊള്ളാലോ. മോസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് 20 വർഷം ആഘോഷിക്കുകയാണെന്നും ഡിസ്കൗണ്ട് ഉണ്ടെന്നും 30% വരെ ഡിസ്കൗണ്ട് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയാൻ മേല. കമ്മ്യൂണിറ്റി അല്ലേ സാറ് പറഞ്ഞു? ഏറ്റവും വലിയ SEO കമ്മ്യൂണിറ്റിയാണ്. ഇത് കൂടാഞ്ഞിട്ട് അവർ കുറേ ടൂളും പിന്നെ നമുക്ക് പഠിക്കാനുള്ള കുറേ ബ്ലോഗുകളും പോസ്റ്റുകളും ഏറ്റവും കൂടുതൽ SEOയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസോഴ്സുകൾ ഷെയർ ചെയ്യുന്ന ഒരു SEO കമ്മ്യൂണിറ്റിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ SEO കമ്മ്യൂണിറ്റി കൂടിയാണ് moz.com. ഇതിൻ്റെ പേര് SEO മോസ് എന്നായിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ പേജ് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ഇതിൻ്റെ സോഴ്സ് എടുക്കുകയാണ്. Ctrl+U അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സോഴ്സ് എടുക്കാൻ പറ്റും. ഏതൊരു വെബ്സൈറ്റ് എടുത്താലും വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് ബ്രൗസറിൽ ഓപ്പൺ ആക്കിയിട്ട് Ctrl+U അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? അതിൻ്റെ സോഴ്സ് കാണാൻ പറ്റും. ഇവിടെ ഞാൻ കാണിക്കാൻ പോണത്, ഇപ്പം ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയ മോസിൻ്റെ സോഴ്സാണ് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. ഈ സോഴ്സിനകത്ത് കണ്ടോ, ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഹെഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ചുകൂടെ വലുതാക്കണോ? കാണാമോ ജോയിലെ? ഇവിടെ നിന്നാണ് കാണാം. ഇത് ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഹെഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഹെഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബോഡി ഓപ്പൺ ആക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. കണ്ടോ? ബോഡി ഓപ്പൺ ആക്കുന്നത് ഇവിടെ ഈ ലൈനിലാണ് ബോഡി ഓപ്പൺ ആക്കണം. അതായത് ബോഡി ഓപ്പൺ ആക്കുന്ന ലൈനിന് തൊട്ട് മുമ്പായിട്ട് ഹെഡ് ക്ലോസ് ചെയ്യുന്ന ഒരു സ്ഥലം കാണാൻ പറ്റും. കാണുന്നുണ്ടല്ലോ? ഇതുവരെയാണ് ഈ പേജിൻ്റെ ഹെഡ് സെഷൻ. അതായത് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് ഈ പേജിൻ്റെ ഹെഡ് സെഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളൊരു പേജിനെ ഹെഡ് സെഷൻ എന്നും ബോഡി സെഷൻ എന്നും തിരിച്ച്, ഹെഡ് സെഷനിനകത്ത് നമ്മൾ SEOയുടെ കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ബോഡി സെഷനകത്ത് നമ്മൾ കുറേ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഇപ്പം ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന സെഷൻ ഈ പേജിൻ്റെ ഹെഡ് സെഷനാണ്. അപ്പോൾ ഹെഡ് സെഷനകത്ത് ഈ പേജിനകത്ത് പ്രധാനപ്പെട്ട ഒരു SEO ഏരിയയിലേക്കാണ് നമ്മൾ പോണത്. ആദ്യം എടുക്കുന്നത് SEO ടൈറ്റിലിനെ പറ്റിയാണ്. ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്ന ടാഗാണ് ടൈറ്റിൽ ടാഗ്. കാണുന്നുണ്ടല്ലോ? ടൈറ്റിൽ ടാഗിൻ്റെ ഉദ്ദേശം, ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ ടാഗ് എങ്ങനെ ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിൽ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈറ്റിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അവിടെ കിടപ്പുണ്ടാകും. അത് കഴിഞ്ഞ് ടൈറ്റിൽ ക്ലോസ് ചെയ്തേക്കുന്ന പോർഷൻ. ഇത്രയാണ് ഈ പേജിൻ്റെ ടൈറ്റിൽ. ഇതിനെ നമ്മൾ SEO ടൈറ്റിൽ എന്നും പറയാറുണ്ട്. ചില ആൾക്കാർ ഇതിനെ മെറ്റാ ടൈറ്റിൽ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ, ചില ആൾക്കാർ. അപ്പം ശരിക്കൊരു ടൈറ്റിൽ ടാഗ് ഒരു മെറ്റാ ടാഗ് അല്ല. മെറ്റാ ടാഗ് പോലെ ഹെഡ് സെഷനകത്ത് വന്നാൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ മെറ്റാ ടാഗ് ആണെന്നും പറയാം. എപ്പോഴും ഇതിനെ SEO ടൈറ്റിൽ ടാഗ് എന്ന് പറഞ്ഞ് പഠിക്കുന്നതാണ് എളുപ്പം. ചില ആൾക്കാർ ഇതിനെ മെറ്റാ ടൈറ്റിൽ എന്നൊക്കെ കേട്ട് പറയാറുണ്ട്. കാരണം ഇതിനൊപ്പം വരുന്ന ബാക്കി ടാഗുകളൊക്കെ മെറ്റാ ടാഗുകളാണ്. അതുകൊണ്ട് ചിലപ്പം ഇല്ലേ, ചില ആൾക്കാർ ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കുമ്പം കല്ലിന് മണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. അതേപോലെ അടുത്ത് കിടക്കുന്നതൊക്കെ മെറ്റാ ടാഗ് ആയതുകൊണ്ട് ബാക്കി മെറ്റാ ടാഗുകൾ പറയുന്നുള്ളൂ. അപ്പോൾ ടൈറ്റിലിനെയും ചിലപ്പോൾ ഇവർ മെറ്റാ ടൈറ്റിൽ എന്നൊക്കെ ആൾക്കാർ പറയുന്നതായിരിക്കും. മെറ്റാ ടൈറ്റിൽ എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്, ചില ആൾക്കാർ. എന്നാൽ ഇത് ടൈറ്റിൽ ടാഗാണ്. SEO ടൈറ്റിൽ ടാഗ് എന്നറിയപ്പെടും. ഈ SEO ടൈറ്റിൽ ടാഗ് എവിടെയാണ് വരുന്നത്? ഹെഡ് സെഷനകത്താണ് വരുന്നത്. ഈ ഹെഡ് സെഷനകത്ത് വരുന്ന ഈ ടൈറ്റിൽ ടാഗ് നമ്മൾ ടൈറ്റിൽ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് moz-SEO സോഫ്റ്റ്വെയർ ഫോർ സ്മാർട്ടർ മാർക്കറ്റിംഗ് എന്നാണ് ഇതിനകത്ത് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് എന്നുള്ള വെബ്സൈറ്റിൻ്റെ computershop.com എന്നുള്ള വെബ്സൈറ്റിൻ്റെ URL ഗൂഗിൾ ക്രോൾ ചെയ്തിട്ട് നേരെ അപ്പോൾ ഒരു ഹിൻ്റ് ഉണ്ടാവും ഇല്ലേ?
അത് കഴിഞ്ഞിട്ട് ആ ഹിന്റ് മനസ്സിലാക്കിയിട്ട് നേരെ പേജിന്റെ ഹെഡ് സെഷനകത്ത് ടൈറ്റിൽ ടാഗ് റീഡ് ചെയ്യുമ്പോൾ അവിടെ ആ കമ്പ്യൂട്ടർ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോക്കസ് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടർ ഷോപ്പ് ഇൻ കൊച്ചി അങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കണതെങ്കിൽ ഗൂഗിൾ എന്ത് ചെയ്യും? അത് ഫോക്കസ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ ഷോപ്പിന്റെ വെബ്സൈറ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗൂഗിൾ എന്ത് ചെയ്യാൻ ശ്രമിക്കും? അതിന് മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും. അത് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള അടുത്ത നടപടിയിലേക്ക് പോകും. അപ്പം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് SEO ടൈറ്റിലിനെ പറ്റിയാണ്. ഇതിൻ്റെ കുറേ പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേജിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഗൂഗിൾ നോക്കുന്നതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ കൂടിയാണ് ഈ SEO ടൈറ്റിൽ ടാഗ്. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ SEO ടൈറ്റിൽ ടാഗ് ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള നമ്മളെ പേജിനെ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യത്തിൽ ഗൂഗിൾ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അല്ലെങ്കിൽ നമ്മളെ പേജിന്റെ ഒരു പ്രധാനപ്പെട്ട ഐഡന്റിറ്റി കാർഡാണ് SEO ടൈറ്റിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതെവിടെയാണ് വരുന്നത്? ഹെഡ് സെഷനകത്താണ് വരുന്നത്. അപ്പം നമ്മൾ ഈ ഹെഡ് സെഷനകത്ത് വരുത്തുന്ന SEO ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ മെറ്റാ ടാഗുകളെ പറ്റിയൊക്കെയാണ് ഓൺ പേജിനകത്ത് ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഹെഡ് സെഷൻ കഴിഞ്ഞിട്ട് ബോഡി സെഷനകത്തുള്ള മാറ്റങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ നമ്മൾ പഠിച്ചു കഴിയും. അതിന് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ ബ്ലോഗിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. നമ്മളിപ്പം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ ബ്ലോഗിനകത്ത് തയ്യാറാക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് ആ ബ്ലോഗിനെ നമ്മൾ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോകും. അപ്പോൾ ഓൺ പേജ് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ടൈറ്റിൽ ടാഗ് എന്താണെന്നും ടൈറ്റിൽ ടാഗ് എങ്ങനെ എഴുതണമെന്നൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരു പേജിൻ്റെ ഹെഡ് സെഷനകത്തുള്ള SEO മോഡിഫിക്കേഷനുകളിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഏരിയ കൂടിയാണ് SEO ടൈറ്റിൽ. ഹെഡ് സെഷനകത്താണ് വരുന്നത്. ടൈറ്റിൽ ടാഗിനകത്ത് നമ്മൾ എന്താണോ എഴുതിയിരിക്കുന്നത് അത് നമ്മളെ പേജിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഗൂഗിൾ എടുക്കാറുണ്ട്, വളരെ പ്രാധാന്യത്തോടു കൂടി എടുക്കാറുണ്ടെന്ന് തന്നെ പറയണം. അപ്പം നമ്മൾ SEO ടൈറ്റിൽ എഴുതുമ്പോൾ ആദ്യം നമ്മളെ പേജിന് റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ എഴുതണം എന്ന് മനസ്സിലാക്കുക. നമ്മൾ എഴുതുന്ന SEO ടൈറ്റിൽ പേജിന് റിലവൻ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ പേജ് എന്തിനെ പറ്റിയുള്ളതാണോ അതിന് മാച്ചിങ് ആയിരിക്കണം, അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം ടൈറ്റിൽ. റിലവൻ്റ് എന്നുള്ള വാക്കിന് SEOക്കകത്ത് വലിയ പ്രാധാന്യമുണ്ട്, റിലവൻ്റ് എന്നുള്ള വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ എഴുതുന്ന SEO ടൈറ്റിൽ പേജിന് റിലവൻ്റ് ആകണം. ഇനി നമ്മൾ കൊടുക്കുന്ന SEO ടൈറ്റിൽ നമ്മളുടെ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് ഉൾപ്പെടുത്തി ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആയിട്ട് എഴുതുന്നതാണ് ഏറ്റവും ഉചിതം. റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ പേജിൻ്റെ SEO ടൈറ്റിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് എന്താണോ ആ കീവേഡ് ഉൾപ്പെടുത്തി ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഗൂഗിളിന് ആ പേജിനെ മനസ്സിലാക്കാൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് കൂടാഞ്ഞിട്ട് ഈ SEO ടൈറ്റിൽ നമ്മളെ പേജ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കിടക്കുന്ന പോർഷനകത്ത് കാണിക്കാറുണ്ട്. അങ്ങനെ കാണിക്കുന്നത് കൊണ്ടാണ് അത് ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആയിട്ട് തന്നെ എഴുതണം എന്ന് പറയാൻ കാരണം. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കോ ഒന്നും വരാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് SEO ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ആദ്യം ഗൂഗിൾ എടുത്തിട്ട് നമുക്ക് ആദ്യം മോസ് എന്ന് സെർച്ച് ചെയ്യാം. മോസ് കണ്ടല്ലോ, സെർച്ച് ചെയ്തു. കണ്ടല്ലോ, മോസിൻ്റെ ഈ സെർച്ച് റിസൾട്ട് ഇവിടെ കാണിക്കുന്നതിനകത്ത് ഈ കാണിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ SEO ടൈറ്റിലാണ്. നമ്മൾ നേരത്തെ എടുത്ത പേജിലേക്ക് വരാം. ടൈറ്റിലിനകത്ത് എന്താണ് എഴുതിക്കണേ? മോസ് -SEO സോഫ്റ്റ്വെയർ ഫോർ സ്മാർട്ടർ മാർക്കറ്റിംഗ് എന്നാണ് കൊടുത്തേക്കുന്നത്. അതേ ടൈറ്റിലാണ് എവിടെ വരുന്നത്? ഗൂഗിളിനകത്ത് സെർച്ച് റിസൾട്ടിനകത്ത് നമ്മളെ പേജ് കാണിക്കുന്നിടത്ത് ഈ ടൈറ്റിൽ പോർഷനകത്ത് കാണിക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ പോർഷനെ പറയുന്ന പേര് സ്നിപ്പറ്റ് എന്നാണ്. ഒരു വെബ്സൈറ്റ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുന്ന പോർഷന് പറയുന്ന ഈ സമ്മറി പോർഷന് പറയുന്ന പേരാണ് സ്നിപ്പറ്റ്. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മീൻ ബൈ സ്നിപ്പറ്റ് എന്ന് ചോദിക്കാം. ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആയിട്ട് SEOക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന സംഗതിയാണ് എന്താണ് സ്നിപ്പറ്റ്. സ്നിപ്പറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ വെബ് പേജ് അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുന്ന ആ സമ്മറി പോർഷന് പറയുന്ന പേരാണ് സ്നിപ്പറ്റ്. ഈ സ്നിപ്പറ്റ് എന്താണ്? ഈ സ്നിപ്പറ്റിന്റെ പ്രത്യേകത? ഈ സ്നിപ്പറ്റിന്റെ പ്രത്യേകത ഇതൊരു ബേസിക് സ്നിപ്പറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുക. എന്നാൽ അഡ്വാൻസ് സ്നിപ്പറ്റ് ഉണ്ട്, അതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ കാണിക്കും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഡ്വാൻസ് സ്നിപ്പറ്റ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. ബേസിക് സ്നിപ്പറ്റിന്റെ സ്പെല്ലിംഗ് ഇത് എങ്ങനെയാണ്? SNIPPET, സ്നിപ്പറ്റ്. കാണുന്നുണ്ടോ? സ്നിപ്പറ്റ്. ഓക്കെ സാർ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു വെബ്സൈറ്റ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുന്ന ആ സമ്മറി പോർഷന് പറയുന്ന പേരാണ് സ്നിപ്പറ്റ്. ആ സ്നിപ്പറ്റിനകത്ത് അഥവാ ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് എന്തൊക്കെ കാണിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി പറയാൻ പോകുന്നതാണ് എൻ്റെ ആൻസർ. ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് ആ വെബ്സൈറ്റിന്റെ പേര് കാണിക്കും, ആ വെബ്സൈറ്റിന്റെ URL കാണിക്കും, അതുപോലെ തന്നെ അതിൻ്റെ SEO ടൈറ്റിൽ കാണിക്കും,
അതിൻ്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കാണിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഫേവിക്കോൺ അഥവാ ഫേവിക്കോൺ കാണിക്കും. റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യനുകളൊന്നാണ് ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് എന്തൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ സ്നിപ്പറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേജ് ഗൂഗിൾ ഒരു വെബ്സൈറ്റിന്റെ പേജോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റോ ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുന്ന സമ്മറി പോർഷന് പറയുന്ന ഒരു ടേമാണ് സ്നിപ്പറ്റ്. സ്നിപ്പറ്റിനകത്ത് എന്തൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് എന്തൊക്കെ ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇൻഡെക്സ് ചെയ്ത് കിടക്കുന്ന പേജിന്റെ ആ വെബ്സൈറ്റിന്റെ പേരുണ്ടാകും. ഇവിടെ കാണിക്കുന്ന പേരെന്താണ്? മോസ്. കണ്ടോ, ഇവിടെ മോസ് എന്ന് കിടപ്പുണ്ട്. അതാണ് ആ വെബ്സൈറ്റിന്റെ പേര്. അത് കഴിഞ്ഞിട്ട് അതിന്റെ URL ഉണ്ടാവും. moz.com. ഞാൻ വലുതാക്കാം സ്ക്രീൻ. ഈ കാണുന്നതാണ് അതിന്റെ URL. അപ്പം ഒരു സ്നിപ്പറ്റിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ബേസിക് സ്നിപ്പറ്റിനകത്ത് അതിന്റെ ആ വെബ്സൈറ്റിന്റെ പേരുണ്ടാകും, ആ വെബ്സൈറ്റിന്റെ URL ഉണ്ടാകും, അതിന്റെ SEO ടൈറ്റിൽ ഉണ്ടാകും. കണ്ടോ, SEO ടൈറ്റിൽ ഇങ്ങനെ വലുപ്പത്തിൽ കാണിക്കും. തൊട്ട് താഴെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും. ഇനി നമുക്ക് വീണ്ടും തിരിച്ച് ആ പേജിന്റെ സോഴ്സിലേക്ക് പോവാം. ഇതാണ് ഇതിന്റെ SEO ടൈറ്റിൽ എങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഈ പോർഷന് പറയുന്ന പേരാണ്, ഇതാണ് ഇതിന്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ. കണ്ടോ, അത് എഴുതുന്ന രീതി ഇങ്ങനെയാണ്. മെറ്റാ സ്പേസ് നെയിം ഈസ് ഈക്വൽ ടു ഇൻവെർട്ടർ കോമയ്ക്കകത്ത് ഡിസ്ക്രിപ്ഷൻ സ്പേസ് കഴിഞ്ഞിട്ട് കണ്ടന്റ് ഈസ് ഈക്വൽ ടു ഇൻവെർട്ടർ കോമയ്ക്കകത്ത് നമ്മൾ എന്താണോ എഴുതുന്നത്. ഇവിടെ എഴുതിക്കുന്നത് എന്താണ്? ബാക്ക്ഡ് ബൈ ദി ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി ഓഫ് SEO ഓൺ ദി പ്ലാനറ്റ്, മോസ്റ്റ് ബിൽഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു സെന്റൻസ് എഴുതി പോകുന്നുണ്ട്. അത് ഏതുവരെ ഉണ്ട്? അതിന്റെ ക്ലോസ് ചെയ്യുന്നത് ഇതുവരെ ഉണ്ട്. ഇതിന്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ട്. ഞാനിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നതാണ് ഈ പേജിന്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ. നമുക്കിത് എവിടെ കാണാൻ പറ്റും? ഗൂഗിളിനകത്ത് സ്നിപ്പറ്റിനകത്ത് നോക്കിയാൽ ബാക്ക്ഡ് ബൈ ദി ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി ഓഫ് SEOs ഓൺ ദി പ്ലാനറ്റ്, മോസ്റ്റ് ബിൽഡ്സ് ദി ടൂൾസ് ദാറ്റ് മേക്ക് SEO, കണ്ടന്റ് മാർക്കറ്റിംഗ്, മാർക്കറ്റ് റിസർച്ച്, ഡിജിറ്റൽ PR ആൻഡ് ലോക്കൽ SEO എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന സംഗതിയുണ്ട്. ഇവിടെ ഈ അവസാനം ഡോട്ട് കിടക്കുന്നതിന്റെ കാരണം ഇതിന്റെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കൂടിപ്പോയി, അതിന്റെ പരിമിതി കഴിഞ്ഞു പോയി, ലിമിറ്റേഷൻ കഴിഞ്ഞു പോയി എന്നതുകൊണ്ടാണ് അവിടെ ഡോട്ട് ആയിട്ട് കാണിക്കുന്നത്. നമ്മളൊരു 10-15 മിനിറ്റ് മുമ്പ് ബ്ലോഗറിനകത്ത് ഒരു മെറ്റാ ടാഗ് ഇനേബിൾ ചെയ്തില്ലേ? ഓർക്കുന്നുണ്ടോ? സെറ്റിംഗ്സിനകത്ത് പോയി മെറ്റാ ടാഗ് ഇനേബിൾ ചെയ്തു. അപ്പൊ നമ്മൾ ആ ബ്ലോഗ് പോസ്റ്റിനകത്ത് എന്തോന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞപ്പം സെർച്ച് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം വന്നു, ഇനേബിൾ ആയി ഇല്ലേ? അവിടെ നമുക്ക് എന്താണോ എഴുതി കൊടുക്കുന്നത്, എന്തെങ്കിലും എഴുതി കൊടുത്താൽ പോരാ, നമ്മൾ ഇടുന്ന പോസ്റ്റിന് അനുയോജ്യമായിട്ടുള്ള ഒരു 2 സെന്റൻസ് അവിടെ എഴുതി കൊടുത്താൽ നമ്മൾ ആ ബ്ലോഗ് പോസ്റ്റ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്യുമ്പോൾ, നമ്മൾ SEO ഒക്കെ പക്കയാണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് ചെയ്യുന്ന സമയത്ത് സ്നിപ്പറ്റിനകത്ത് എന്ത് കാണിക്കും? നമ്മൾ അവിടെ എഴുതി കൊടുത്ത സെന്റൻസ് ആണ് ഈ ഡിസ്ക്രിപ്ഷൻ പോർഷനകത്ത് കാണിക്കാം. വീണ്ടും തിരിച്ചു വരാം. എന്തൊക്കെയാണ് ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് ഉണ്ടാകുക എന്നുള്ളത് പറയാം. അതിനു മുമ്പേ സ്നിപ്പറ്റ് എന്താണെന്ന് കൂടെ ഒരിക്കൽ കൂടെ ഡിഫൈൻ ചെയ്യാം. സ്നിപ്പറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വെബ്സൈറ്റിന്റെ പേജോ വെബ്സൈറ്റോ ഗൂഗിളിനകത്ത് ലിസ്റ്റ് ചെയ്ത് ഇൻഡെക്സ് ചെയ്ത് കിടക്കുന്ന പോർഷന് പറയുന്ന, സമ്മറി പോർഷന് പറയുന്ന പേരാണ് സ്നിപ്പറ്റ്. ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് വെബ്സൈറ്റിന്റെ പേരുണ്ടാകും, വെബ്സൈറ്റിന്റെ URL അഡ്രസ് ഉണ്ടാകും, അതുപോലെ തന്നെ വെബ്സൈറ്റിന്റെ ടൈറ്റിൽ ഉണ്ടാകും, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടാകും, ഫേവിക്കോൺ. ഈ M എന്ന് എഴുതിയിരിക്കുന്ന ഒരു ചിഹ്നം കണ്ടോ, അവരുടെ ഐക്കൺ, ഇതിനെയാണ് ഫേവിക്കോൺ എന്ന് പറയാം. ഫേവിക്കോൺ, ഫേവ് ഐക്കൺ എന്നാണ് എഴുതുക എന്നെങ്കിലും ഫേവിക്കോൺ ആണെന്ന് വായിക്കാം. സ്പെല്ലിംഗ് നോക്കിയേ, ഫേവ് ഐക്കൺ കണ്ടോ, ഫേവ് ഐക്കൺ എന്നാണ് എഴുതുക. പക്ഷെ ഇതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഫേവിക്കോൺ എന്നാണ്. ഫേവിക്കോൺ എന്നാണ് ഇതിനെ പ്രൊനൗൺസ് ചെയ്യുക. ഫേവിക്കോൺ, ഫേവിക്കോൺ, ഫേവിക്കോൺ. ഫേവ് ഐക്കൺ എന്നാണ് എഴുതുക. ഫേവ് ഐക്കൺ രണ്ടായിട്ട് എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റ വാക്ക് തന്നെയാണ് കണ്ടോ ഫേവിക്കോൺ ജനറേറ്റർ എന്നൊക്കെ കാണിക്കുന്നത്. അപ്പം ഫേവിക്കോൺ എന്ന് പറയുന്നൊരു സംഗതി കൂടെ എവിടെ ഉണ്ടാവും? നമ്മളെ സ്നിപ്പറ്റിനകത്ത് ഉണ്ടാവും. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു വെബ് പേജിന്റെ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ സ്നിപ്പറ്റ് ഗൂഗിളിനകത്ത് കാണിക്കുന്ന സ്നിപ്പറ്റിനകത്ത്, ബേസിക് സ്നിപ്പറ്റിനകത്ത് എന്തൊക്കെ ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോയൽ എങ്ങനെ ആൻസർ പറയും? ഞാൻ ഒരിക്കലും പറയണോ? URL ഉണ്ടാവും, അല്ല പേരുണ്ടാവും, വെബ്സൈറ്റിന്റെ നെയിം ഉണ്ടാകും, URL ഉണ്ടാകും, SEO ടൈറ്റിൽ ഉണ്ടാകും, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും, പിന്നെ അതിന്റെ ഫേവിക്കോൺ ഉണ്ടാവും. ഫേവിക്കോൺ. മെറിൻ ക്ലിയർ ആണോ? മുമ്പോട്ട് പോവാം. ക്ലിയർ ആണ് സർ. ഞാൻ സിമ്പിൾ ആയിട്ടാണോ മെറിൻ പഠിപ്പിക്കുന്നത്? അതെ സർ, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓവർ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് സർ. കാരണം ഇത് പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് അയ്യോ SEO, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യണത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോട്ടെ, SEO എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യണത്? ഇത് വലിയ സംഭവമാണ്, ഇത് എങ്ങനെ പഠിക്കും, നമ്മളെ കൊണ്ട് പഠിച്ചാൽ മനസ്സിലാകും എന്നൊക്കെ ഉള്ള ഒരു തോന്നലിന്റെ എപ്പോഴും ഉള്ളിലുണ്ടാവും. ഇപ്പൊ ആ ജോയലിന്റെ മനസ്സിലൊക്കെ അത് ഉണ്ടാകും, ചിലപ്പോൾ മെറിനുണ്ടാകും. അത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാനും ഇത് മനസ്സിലാക്കി, ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്, എന്തിനാണ് അങ്ങനെ എഴുതുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്.
ഇനി ഇതിനേക്കാൾ സിമ്പിൾ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴൊക്കെ ചിലപ്പോൾ തോന്നും സാർ ഇത് സ്പീഡിൽ പറഞ്ഞു വെക്കോ, ഞാൻ വീണ്ടും വീണ്ടും. അത് നിങ്ങളെ മനസ്സിൽ പതിയണം. നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ഫേവിക്കോണിനെ പറ്റി ചോദിക്കുകയോ ഫേവിക്കോണിനകത്ത് എന്തുണ്ടാകും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണ്. ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും മോശമാണ്, അതുപോലെ നിങ്ങളെ പഠിപ്പിച്ച എനിക്കും മോശമാണ്. അവർ ചോദിക്കൂലേ നിങ്ങൾ ആരുടെ നിങ്ങളെ പഠിപ്പിച്ച് വിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ആൻസർ പറയാതിരിക്കുന്ന സമയത്ത് അവർ ചോദിക്കണം നിങ്ങൾ എവിടെ നിന്ന് SEO പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ ആരാ SEO പഠിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോണിലല്ല ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടേണ്ട, നിങ്ങൾ ഓരോ ആൻസർ പറയുമ്പോഴും അവർക്ക് തന്നെ അതിശയം തോന്നണം. കാരണം നിങ്ങൾ അത്രയും പഠിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ അവരെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ ആൻസറുകൾ പറയാൻ ഒരുപാട് ചാൻസ് നമുക്ക് തരാം. ആ ആൻസർ പറയുമ്പോൾ ചിലപ്പോൾ അവർ ചോദിക്കും നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത്, അങ്ങനെ ചോദിക്കാം. ആ ടോണിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച സ്ഥലം, നിങ്ങളെ പഠിപ്പിച്ച ആൾ വളരെ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ മികച്ച രീതിയിൽ പഠിപ്പിക്കുന്നു എന്ന് ഉറപ്പ് എനിക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കിടന്ന് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യുകയും വളരെ സിമ്പിളായിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അതെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ ക്ഷമിച്ചിരുന്നേ പറ്റൂ, സഹിച്ചിരുന്നേ പറ്റൂ. ഓക്കെ, തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് ആ വെബ്സൈറ്റിന്റെ നെയിം ഉണ്ടാകും, URL ഉണ്ടാകും, ടൈറ്റിൽ ഉണ്ടാകും, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും, അതിന്റെ ഫേവിക്കോൺ ഉണ്ടാകും. എന്നാൽ അഡ്വാൻസ് സ്നിപ്പറ്റുകളും ഉണ്ട്. അഡ്വാൻസ് സ്നിപ്പറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതല്ലാതെ കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ള സ്നിപ്പറ്റുകളാണ് അഡ്വാൻസ് സ്നിപ്പറ്റ്. അവിടെ വരാൻ ചാൻസ് ഉള്ള സംഗതികൾ ഞാൻ പറയാം. സ്റ്റാർ റേറ്റിംഗ് വരാം. ചിലപ്പോഴൊക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് റിസൾട്ടിന്റെ കൂടെ സ്റ്റാർ റേറ്റിംഗ് കാണിക്കുന്നുണ്ടോ? ചിലപ്പോൾ നമ്മൾ താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും സ്റ്റാർ റേറ്റിംഗ് ഉള്ള റിസൾട്ട് കാണാൻ പറ്റും. ഭാഗ്യം ഇവിടെ ഉള്ളോ ഇല്ല. രണ്ടാമത്തെ പേജ് എടുത്തപ്പോൾ കണ്ടോ, രണ്ടാമത്തെ പേജിൽ എത്തിയപ്പോൾ ഗാർഡനർ എന്ന് പറയുന്ന ഈ ന്യൂസ് പബ്ലിഷ് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് കിടപ്പുണ്ട്? സ്റ്റാർ റേറ്റിംഗ് കിടപ്പുണ്ട്. ഇറ്റ് ക്യാൻ ബി കോൾഡ് എസ് റിച്ച് സ്നിപ്പറ്റ്. എന്നാൽ നമ്മൾ നേരത്തെ കണ്ട സ്ഥലവും റിച്ച് സ്നിപ്പറ്റ് തന്നെയാണ്. ഇത് ബേസിക് സ്നിപ്പറ്റ് അല്ല. കാരണം മെയിൻ URL കൂടാഞ്ഞിട്ട് താഴെ കണ്ടോ ഒരു സാധനം ഇവിടെ കിടക്കണം ഒളിച്ച്, കണ്ടോ ഒരു സെർച്ച് ചെയ്യാനുള്ള ഒരു ബോക്സ് കിടക്കുന്നുണ്ടോ? ഇതിനെ സൈറ്റ് ലിങ്ക് സെർച്ച് ബോക്സ് എന്നാണ് പറയുക. ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പിന്നീട് അഡ്വാൻസ് SEOക്കകത്ത് പഠിക്കുന്നുണ്ടാവും. ഈ മെയിൻ പേജിന്റെ തൊട്ട് താഴെ കാണിക്കുന്ന മോസിനകത്ത് തന്നെ സെർച്ച് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ കാണിക്കുന്ന സ്നിപ്പറ്റ്. ഇത് അഡ്വാൻസ് സ്നിപ്പറ്റ് ആണ്. അഡ്വാൻസ് സ്നിപ്പറ്റിനകത്ത് വരുന്നതാണ് ഈ പോർഷൻ. ഇതിന് പറയുന്ന പേര് സൈറ്റ് ലിങ്ക് സെർച്ച് ബോക്സ് എന്നാണ്. സൈറ്റ് ലിങ്ക്സ് സെർച്ച് ബോക്സ്, സൈറ്റ് ലിങ്ക് സെർച്ച് ബോക്സ്. എന്നാൽ തൊട്ട് താഴെ കാണിക്കുന്ന ഈ സബ് പേജുകൾ, മോസ് എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ സബ് പേജുകളാണ് താഴെ കാണിക്കുന്നത്. ഈ പേജുകളെ സൈറ്റ് ലിങ്ക്സ് എന്ന് പറയും. കണ്ടോ ഈ കാണിക്കുന്ന ഈ ഓരോ സംഗതികളെയും സൈറ്റ് ലിങ്ക്സ്. അതായത് ഇവിടെ 1 2 3 4 സൈറ്റ് ലിങ്ക്സ് കാണിക്കുന്നുണ്ട്. ഇത് അഡ്വാൻസ് സ്നിപ്പറ്റ് ആണെന്ന് പറയാൻ കാരണം ഇവിടെ 4 സൈറ്റ് ലിങ്ക്സ് കാണിക്കുന്നുണ്ട്. ഒരു സൈറ്റ് ലിങ്ക് സെർച്ച് ബോക്സ് എന്ന് പറയുന്ന സെർച്ച് ചെയ്യാനുള്ള ഒരു പോർഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്തുകൊണ്ട് ഒറ്റയടിക്ക് ഡയറക്റ്റ് ആയിട്ട് മോസിനകത്തുള്ള സെർച്ച് റിസൾട്ടിലേക്ക് പോകാൻ പറ്റും. അത് നമ്മൾ പ്രത്യേകം എഴുതി അഡ്വാൻസ് SEOക്കകത്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ തൽക്കാലം അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇപ്പൊ പറഞ്ഞ കാര്യം ഇതാണ്. ഒരു അഡ്വാൻസ് സ്നിപ്പറ്റിനകത്ത് എന്തൊക്കെ വരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർ റേറ്റിംഗ് വരാം, ഇതുപോലെ സൈഡ് ലിങ്ക്സ് വരാം, സൈഡ് ലിങ്ക് സെർച്ച് ബോക്സ് വരാം, പിന്നെ വരുന്നതോ ഇവന്റ്സ് വരാം, തംബ്നെയിൽസ് വരാം. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ചില റിസൾട്ടുകളുടെ കൂടെ തംബ്നെയിൽസ് കാണിക്കുന്നുണ്ടോ? വീഡിയോസ്, യൂട്യൂബിന്റെ ഒക്കെ ലിങ്ക്സ് ഒക്കെ താഴെ കാണിക്കുമ്പോൾ എന്ത് കാണിക്കും? തംബ്നെയിൽസ് കാണിക്കും. ചില റിസൾട്ടിന്റെ കൂടെ തംബ്നെയിൽ കാണിക്കും. അതൊക്കെ അഡ്വാൻസ് സ്നിപ്പറ്റിനകത്ത് ഉദാഹരണമാണ്. ചില വീഡിയോയുടെയൊക്കെ റിസൾട്ട് കാണിക്കുമ്പോൾ അതിനകത്ത് യൂട്യൂബിന്റെയൊക്കെ തംബ്നെയിൽ കാണിക്കും. ഇതിന് അഡ്വാൻസ് സ്നിപ്പറ്റിന് ഉദാഹരണമാണ്. അത് യൂട്യൂബിന്റെ വീഡിയോ ആണ്, തംബ്നെയിൽ അവിടെ കാണിക്കുന്ന രീതിയിലാണ് യൂട്യൂബിന്റെ സംഗതി കാണിച്ചത്. അപ്പോൾ ഇവിടെ കണ്ടോ സ്റ്റാർ റേറ്റിംഗ്, അതുപോലെ തന്നെ ഇവന്റ്സ്, അതുപോലെ തന്നെ നമ്മളെ വെബ് പേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈഡ് ലിങ്ക്സ്. സൈഡ് ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ മെയിൻ പേജിന്റെ സബ് പേജുകൾ മെയിൻ പേജിന്റെ താഴെയായിട്ട് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് സൈഡ് ലിങ്ക്സ് എന്ന് പറയുക. പിന്നീട് നമ്മൾ പല ലിങ്ക്സുകളെ പറ്റി പഠിക്കും. ബാക്ക് ലിങ്ക്സ്, ഇന്റേണൽ ലിങ്ക്സ്, ഇൻബൗണ്ട് ലിങ്ക്സ്, ഔട്ട്ബൗണ്ട് ലിങ്ക് ഒക്കെ പഠിക്കുമ്പോൾ ഈ സൈഡ് ലിങ്ക്സ് അവിടെ കിടന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇന്റർനെറ്റ് ഒക്കെ പോകുന്ന സമയത്ത് വാട്ട് ഈസ് മീൻ ബൈ സൈഡ് ലിങ്ക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാരും തെറ്റിച്ച് പറയുന്ന, നമ്മളെ കുഴയ്ക്കാൻ വേണ്ടി ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സൈഡ് ലിങ്ക്സ്. കാരണം നമ്മളെ വെബ്സൈറ്റിനകത്തുള്ള ബാക്ക് ലിങ്ക്, അതുപോലെ തന്നെ ഇൻബൗണ്ട് ലിങ്ക്, ഇന്റേണൽ ലിങ്ക്, ഔട്ട്ബൗണ്ട് ലിങ്ക്, ഇങ്ങനെ പലതരത്തിലുള്ള ലിങ്കുകളെ പറ്റി നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ടാവും. ഇതൊക്കെ പേടിച്ചായിരിക്കും നമ്മൾ ഇന്റർവ്യൂവിന് പോണേ. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ബാക്ക് ലിങ്ക് എന്താണെന്ന് ചോദിച്ചു, അടുത്ത സൈഡ് ലിങ്ക്സ് ചോദിച്ചു. അപ്പോൾ നമ്മൾ തെറ്റിച്ച് പറയാൻ ചാൻസ് ഉണ്ട്. സൈഡ് ലിങ്ക്സ് ഒരിക്കലും തെറ്റിക്കരുത്. തെറ്റിക്കാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ള ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് സൈഡ് ലിങ്ക്സ്. അതുകൊണ്ട് തെറ്റിക്കാനേ പാടില്ല. അത് പ്രത്യേകം പഠിച്ചു വെച്ചാലേ പറ്റുള്ളൂ. ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ചോദിച്ചു കഴിഞ്ഞാലും സൈഡ് ലിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരണ ഇട്ട് മാറാതെ പറയാൻ നല്ല രീതിയിൽ പ്രാപ്തരായിരിക്കണം. നമ്മളെ വെബ്സൈറ്റിന്റെ മെയിൻ പേജ് കാണിക്കുന്നതിന്റെ താഴെ, ഗൂഗിളിനകത്ത് സെർച്ച് റിസൾട്ടിനകത്ത് നമ്മളെ മെയിൻ പേജ് കാണിക്കുന്നതിന്റെ താഴെ നമ്മളെ സബ് പേജസ് കാണിക്കുന്നുണ്ടാവും ചിലപ്പോഴൊക്കെ. അങ്ങനെ കാണിക്കുന്ന ആ സബ് പേജുകളെയാണ് സൈഡ് ലിങ്ക്സ് എന്ന് പറയുക. ഉദാഹരണത്തിന് ജോയൽ എന്ന് പറയുന്ന വെബ്സൈറ്റിനെ പറ്റി നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ജോയൽ,
അല്ലെങ്കിൽ ജോയൽ അസോസിയേറ്റ്സ് എന്ന് അടിച്ചപ്പോൾ joel.com എന്നുള്ള വെബ്സൈറ്റും കാണിച്ചു. അതിൻ്റെ താഴെ joel.com-നകത്തുള്ള എബൌട്ട് പേജ്, സർവീസ് പേജ്, അങ്ങനെയുള്ള പേജുകൾ, കോൺടാക്ട് പേജ്, ഇങ്ങനെയുള്ള സംഗതികൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ലിങ്കുകളെയാണ് സൈഡ് ലിങ്ക്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ നോക്കിയൊക്കെ, സ്നിപ്പറ്റ് എന്താണെന്ന് പഠിച്ചു, ഒരു ബേസിക് സ്നിപ്പറ്റിനകത്ത് എന്തൊക്കെ വരുമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അഡ്വാൻസ് സ്നിപ്പറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി അഡ്വാൻസ് സ്നിപ്പറ്റിനകത്ത് എന്തൊക്കെ സാധാരണ വരാറുണ്ടെന്നതിനെ പറ്റി ചെറിയ ഗൈഡ്ലൈൻസ് തന്നു. ഇനി നോക്കി, എന്താണ് ബേസിക് സ്നിപ്പറ്റും അഡ്വാൻസ് സ്നിപ്പറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക് സ്നിപ്പറ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ അഡ്വാൻസ് സ്നിപ്പറ്റിനകത്ത് കുറച്ചുകൂടെ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാകാം? സ്റ്റാർ റേറ്റിംഗ് ഉണ്ടാവും. ഇത് നമ്മളെ വെബ്സൈറ്റിലേക്ക് കൂടുതൽ ക്ലിക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന അതുകൂടിയാണ് ഈ അഡ്വാൻസ് സ്നിപ്പറ്റിനകത്തുള്ള ഘടകങ്ങൾ. ഇവിടെ നോക്കി, ഗൂഗിളിനകത്ത് മോസ് എന്ന് അടിച്ചപ്പോൾ മോസിന്റെ പേജ് ലിസ്റ്റ് ചെയ്യുന്ന അപ്പം തന്നെ സൈഡ് ലിങ്കുകൾ കാണിച്ചു, ഇതുപോലെ സെർച്ച് ചെയ്യാനുള്ള ബോക്സ് കാണിച്ചു, ഒരുപക്ഷെ ഇവിടെ സ്റ്റാർ റേറ്റിംഗ് കൂടെ കാണിച്ചെന്ന് വെച്ചോ. അങ്ങനെ കാണിക്കുന്ന അഡ്വാൻസ് സ്നിപ്പറ്റുകൾ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാനും കൂടുതൽ ആൾക്കാർ നമ്മളെ റിസൾട്ടിലേക്ക് ക്ലിക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അഡ്വാൻസ് സ്നിപ്പറ്റുകളുടെ ഒരു പ്രയോജനം, അല്ലെങ്കിൽ എന്തിനാണ് അഡ്വാൻസ് സ്നിപ്പറ്റുകളുടെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ വെബ് പേജുകൾ ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുമ്പോൾ അതിലേക്ക് ക്ലിക്സ് കിട്ടാൻ, അഥവാ ക്ലിക്ക് ത്രൂ റേറ്റ് CTR ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു പുതിയ ടേം പഠിച്ചു, CTR. CTR സ്റ്റാൻഡ്സ് ഫോർ ക്ലിക്ക് ത്രൂ റേറ്റ്. മെറിൻ, എവിടെയെങ്കിലും ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? മെറിൻ കേട്ടിട്ടുണ്ടോ? ക്ലിക്ക് ത്രൂ റേറ്റ് കേട്ടിട്ടില്ല? കുഴപ്പമില്ല. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത സമയത്ത് എവിടെയെങ്കിലും ഇങ്ങനെ അശരീര പോലെയൊക്കെ കേട്ട് പോയിട്ടുണ്ടോ എന്ന് അറിയാനാണ് ചോദിച്ചത്. അവരൊക്കെ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ CTR എത്രയാണ് ഇംപ്രൂവ് ചെയ്തതെന്നൊക്കെ ചോദിക്കും. CTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിക്ക് ത്രൂ റേറ്റ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വെബ് പേജസ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ഇംപ്രഷൻസ് കിട്ടും. ഇപ്പം ഞാൻ മോസ് എന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തത്. അപ്പോൾ ഈ വാക്കിന്, അതായത് അവരുടെ ബ്രാൻഡ് നെയിമിന് മോസുകാർക്ക് ഇംപ്രഷൻസ് കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായോ? ഉദാഹരണത്തിന് ഇപ്പം നമ്മളിവിടെ ഇതിനു മുമ്പേ പഠിച്ച ആരെങ്കിലും പേര് പറയല്ലേ ജോയലെ? ഡോണ SEO അനലിസ്റ്റ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഡോണയുടെ ബ്ലോഗ് പോസ്റ്റ് ലിസ്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ടോ? ഇതിന് തൊട്ട് മുമ്പുള്ള ബാച്ചുകാർ പഠിച്ച അവർ ചെയ്ത പ്രാക്ടിക്കൽ ചെയ്ത ബ്ലോഗ് സ്പോട്ട് ബ്ലോഗാണ് കണ്ടോ. അപ്പോൾ ഡോണ SEO അനലിസ്റ്റ് അടിക്കുമ്പോൾ ഡോണയുടെ ബ്ലോഗ് ഇതുപോലെ വരുന്നത് പോലെ നിങ്ങളുടെ ബ്ലോഗും, നിങ്ങളുടെ ബ്ലോഗിനകത്ത് പോസ്റ്റുകൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബ്ലോഗും അതുപോലെ ഇൻഡെക്സ് ചെയ്ത് കാണിക്കും. ഇനി തൊട്ട് താഴെ എടുത്തു കഴിഞ്ഞാൽ ഡോണയുടെ തന്നെ വേർഡ്പ്രസ് ബ്ലോഗാണ് കണ്ടോ. ഓഗസ്റ്റ് 31 ഡോണ പബ്ലിഷ് ചെയ്ത വേർഡ്പ്രസ് ബ്ലോഗാണ്. അതും ഞാൻ പഠിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത. ഡോണയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കാണുന്നുണ്ട്, ഡോണയുടെ തന്നെ ടംബ്ലർ ബ്ലോഗ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഡോണയുടെ ബ്ലോഗർ പ്രൊഫൈൽ കാണിക്കുന്നുണ്ട്, ഡോണയുടെ ടംബ്ലർ ബ്ലോഗിനകത്തുള്ള ഒരു പോസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ, അതായത് ഡോണ രാജൻ എന്ന് പറഞ്ഞ ഈ റിസൾട്ട് തൊട്ട് വേറെയാണ്. ബാക്കി കണ്ട റിസൾട്ടൊക്കെ ആരുടെയാണ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് മുമ്പ് പഠിച്ച, കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്തുള്ള ഡോണ ഒരു കമ്പനിയിൽ, ഗ്ലാഡ്സ് എന്നുള്ള കമ്പനിയിലാണ് ജോയിൻ ചെയ്തത്. അപ്പം അവർ പഠിച്ച സമയത്ത് പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്ത ബ്ലോഗുകളാണ്. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോണയുടെ ബ്ലോഗ് കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പോലെ ഒരു ബ്ലോഗ് സ്പോട്ട് ബ്ലോഗും അതിനകത്ത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ പോസ്റ്റ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗൂഗിളിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞെന്താണ്, ഡോണ SEO അനലിസ്റ്റ് അടിച്ചപ്പോൾ ഡോണയുടെ ബ്ലോഗ് കാണിച്ചു. ഇപ്പം ഡോണയുടെ ഈ ബ്ലോഗിനും ഡോണയുടെ വേർഡ്പ്രസ് ബ്ലോഗിനും ഒക്കെ ഓരോ ഇംപ്രഷൻ വീതം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കീവേഡ് ഗൂഗിളിനകത്ത് അടിക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പേജ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണ്, ഒരു പോയിന്റാണ് ഇംപ്രഷൻ. ഇപ്പോൾ ഡോണ SEO അനലിസ്റ്റ് എന്ന് ഒരു 100 പേര് ഇപ്പോൾ സെർച്ച് ചെയ്ത് വെച്ചോ. 100 സ്ഥലങ്ങളിൽ 100 പേര് ഗൂഗിൾ എടുത്തിട്ട് ഡോണ SEO അനലിസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ ഡോണയുടെ ബ്ലോഗ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഡോണയ്ക്ക് ഈ കീവേഡിന് 100 ഇംപ്രഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇംപ്രഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട പേജസ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഇംപ്രഷൻ കിട്ടി. ഇപ്പോൾ ഇപ്പം ജോയൽ SEO അനലിസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ജോയലിൻ്റെ ബ്ലോഗ് കാണാൻ പറ്റത്തില്ല, കാരണം പബ്ലിഷ്ഡ് അല്ലല്ലോ. ഇത് പബ്ലിഷ് ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 പോസ്റ്റൊക്കെ ആഡ് ചെയ്ത് 4 പോസ്റ്റൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിയുമ്പം ജോയൽ SEO അനലിസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ജോയലിൻ്റെ ബ്ലോഗ് ഗൂഗിളിനകത്ത് കാണാൻ പറ്റുകയാണെങ്കിൽ ആ കീവേഡിന്, ജോയൽ SEO അനലിസ്റ്റ് എന്നുള്ള കീവേഡിന് ജോയലിൻ്റെ ബ്ലോഗിന് ഒരു ഇംപ്രഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇംപ്രഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളെ വെബ്സൈറ്റിൻ്റെ ഏതെങ്കിലും പേജസ് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റ് ചെയ്ത് കാണിച്ചാൽ ആ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഓരോ വാല്യൂവിനെയും ഇംപ്രഷൻ പറയും. ഉദാഹരണത്തിന് 100 പേര് സെർച്ച് ചെയ്തപ്പോൾ കാണിച്ചെങ്കിൽ 100 ഇംപ്രഷൻ കിട്ടി. എന്നാൽ 1000 പേര് സെർച്ച് ചെയ്തപ്പോൾ നമ്മളെ ബ്ലോഗ് കാണിച്ചു, അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട പല കീവേഡ്സ്, ചിലപ്പോൾ ഈ കീവേഡിൽ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് SEO എന്ന് അടിക്കുമ്പോഴത്തേക്ക് ഡോണയുടെ ബ്ലോഗ് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ആ കീവേഡിനും ഡോണയ്ക്ക് ഇംപ്രഷൻ കിട്ടുന്നു. ഇങ്ങനെ
നമുക്ക് ഇത്ര ഇംപ്രഷൻ കിട്ടുമ്പോൾ അത് നമുക്ക് എവിടെ അറിയാൻ പറ്റും? ഗൂഗിൾ സെർച്ച് കൺസോൾ എന്നുള്ള ടൂളിനകത്ത് അറിയാൻ പറ്റും. എത്ര ഇംപ്രഷൻ ഏതൊക്കെ കീവേഡുകൾക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന ഇംപ്രഷൻ എത്ര കിട്ടുന്നോ അതിൽ നിന്ന് നമുക്ക് എത്ര ക്ലിക്ക് കിട്ടി എന്നുള്ള കണക്ക് ആണ് CTR റേറ്റ് അഥവാ ക്ലിക്ക് ത്രൂ റേറ്റ്. ഇനി നോക്കിയേ, ഇത് ടെക്നിക്കലി കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നേരെ സെർച്ച് കൺസോൾ എന്നുള്ള ടൂളിലേക്ക് പോവാണ് കേട്ടോ. സെർച്ച് കൺസോൾ എന്നുള്ള ടൂളിലേക്ക് പോകും. ഇത് സെർച്ച് കൺസോൾ ആണ്. ഇത് SEO കൊച്ചി എന്നുള്ള വെബ്സൈറ്റിന്റെ പേജാണ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. അതിന്റെ പെർഫോമൻസ് ഏരിയക്കകത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിന് കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് 165 ക്ലിക്സ് കിട്ടിയെന്നും 44,100 ഇംപ്രഷൻ കിട്ടിയെന്നുമാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 44,100ഓളം പ്രാവശ്യം ആരൊക്കെയോ ഗൂഗിളിനകത്ത് എന്തൊക്കെയോ സെർച്ച് ചെയ്തപ്പോൾ അപ്പോഴൊക്കെയും SEO കൊച്ചിയുടെ വെബ്സൈറ്റ് ഗൂഗിളിന്റെ സെർച്ച് റിസൾട്ടിൽ കാണിച്ചിരുന്നു. പക്ഷേ 165 ആൾക്കാർ മാത്രമേ ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിലേക്ക് വന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഗ്രാഫ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ CTR. അവിടെ ഇത്രയും ഇംപ്രഷൻ കിട്ടിയിട്ടും ക്ലിക്സ് തീരെ കുറവായത് കൊണ്ടാണ് 0.4% മാത്രമേ CTR റേറ്റ് ഉള്ളൂ. അപ്പോൾ ഇത്ര ഇംപ്രഷൻ കിട്ടിയപ്പോൾ ഇത്ര ക്ലിക്കായിട്ട് കൺവേർട്ട് ചെയ്തെന്ന് പറഞ്ഞ ശതമാനക്കണക്കാണ് CTR. ഇതിന്റെ ഫുൾ ഫോം എന്താണ്? ക്ലിക്ക് ത്രൂ റേറ്റ്. ക്ലിക്ക് ത്രൂ റേറ്റ് ഇന്റർവ്യൂവിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മീൻ ബൈ CTR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എങ്കിലും പറയണം. CTR സ്റ്റാൻഡ്സ് ഫോർ ക്ലിക്ക് ത്രൂ റേറ്റ്. അപ്പോൾ അവിടെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണം? നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗൂഗിളിനകത്ത് നിന്ന് എത്ര ഇംപ്രഷൻ കിട്ടുന്നുണ്ടോ ആ എത്ര ഇംപ്രഷൻ കിട്ടുന്നതിനകത്ത് നമുക്ക് എത്ര ക്ലിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള ശതമാനക്കണക്കാണ് CTR റേറ്റ്. CTR റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിനകത്ത് നമ്മളെ ലൈറ്റ് പുറത്ത് ലൈറ്റ് ഓക്കെ. CTR റേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ത്രൂ റേറ്റ് എന്നാണ് നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതൊക്കെ കീവേഡുകളിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴാണോ നമ്മളെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേജുകൾ കാണിക്കുന്നത് ആ ഓരോ പ്രാവശ്യം കാണിക്കുന്നതിനും ഇംപ്രഷൻ. ഇനി കുറച്ച് താഴോട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്വറീസ് എന്ന് കാണിക്കുന്നതിന് താഴെ ഏതൊക്കെ കീവേഡുകളിലാണ് നമുക്ക് ഇംപ്രഷൻ കിട്ടുന്നതെന്നും ആ ഇംപ്രഷൻ കിട്ടിയപ്പോഴൊക്കെ എപ്പോഴൊക്കെയാണ് നമുക്ക് എത്ര ക്ലിക്സ് ആണ് ഓരോ കീവേഡിനും കിട്ടിയിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. ഓക്കെ, SEO കൊച്ചി എന്നുള്ളൊരു വാക്കിന് 358 ഇംപ്രഷൻ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് ഗൂഗിളിൽ ആരൊക്കെയോ SEO കൊച്ചി എന്ന് അടിച്ചപ്പോൾ ഈ SEO കൊച്ചിയുടെ ഈ വെബ്സൈറ്റ് seokochi.com എന്നുള്ള വെബ്സൈറ്റ് 358ഓളം പ്രാവശ്യം ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിച്ചു എന്നാണ് അർത്ഥം. അതിനെയാണ് ഇംപ്രഷൻ എന്ന് പറയുക. പക്ഷേ 10 പേര് മാത്രമേ അത് ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റിലേക്ക് വന്നുള്ളൂ. പിടികിട്ടോ? SEO കൊച്ചി എന്നുള്ള കീവേഡിന് നമുക്ക് 358 ഇംപ്രഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 358ഓളം ആൾക്കാർ കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് SEO കൊച്ചി എന്നൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അപ്പോഴൊക്കെയും നമ്മളെ വെബ് പേജസ് കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ നമുക്ക് CTR റേറ്റ് നമുക്ക് ഇവിടെ ഇനേബിൾ ചെയ്യാൻ പറ്റും. CTR റേറ്റ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കീവേഡിന്റെ CTR റേറ്റ് 2.8% ആണ്. 358 ആൾക്കാരുടെ മുമ്പിലൂടെ നമ്മളെ വെബ്സൈറ്റിന്റെ സ്നിപ്പറ്റ് കടന്നു പോയപ്പോൾ വെറും 10 പേര് മാത്രമേ ക്ലിക്ക് ചെയ്ത് വന്നുള്ളൂ. ആ ശതമാനക്കണക്കാണ് 2.8. ഇനി ഇതുപോലെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ടൂളാണ് ഈ സെർച്ച് കൺസോൾ. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇംപ്രഷൻ അറിയാൻ പറ്റും, ക്ലിക്സ് അറിയാൻ പറ്റും, CTR റേറ്റ് അറിയാൻ പറ്റും. അപ്പോൾ ഇംപ്രഷനും ക്ലിക്സും CTR റേറ്റും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ സംഗതിയെ കൺക്ലൂഡ് ചെയ്യാം. എന്താണ് ബേസിക് സ്നിപ്പറ്റും അഡ്വാൻസ് സ്നിപ്പറ്റും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അഡ്വാൻസ് സ്നിപ്പറ്റ് ഉപയോഗിക്കാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് സ്നിപ്പറ്റുകൾ കുറച്ചുകൂടി അട്രാക്റ്റീവും കുറച്ചുകൂടി ആൾക്കാരെ ആകർഷിക്കുന്നതാകിയാൽ കൂടുതൽ ക്ലിക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ CTR റേറ്റ് ഇമ്പ്രൂവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരാളിപ്പം ഫ്രീലാൻസ് SEO എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പം ജോയലിന്റെ വെബ്സൈറ്റ് 3ാമത്തെ പൊസിഷനിലാണ് കിടക്കണം എന്ന് വിചാരിച്ചു. 3ാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നത്. പക്ഷേ ജോയൽ അഡ്വാൻസ് സ്നിപ്പറ്റ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് അവിടെ സ്റ്റാർ റേറ്റിംഗ് വരുത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്ന അഡ്വാൻസ് സ്നിപ്പറ്റ് ഗൂഗിളിനകത്ത് ജോയലിന്റെ വെബ്സൈറ്റ് കാണിച്ചപ്പോൾ കാണിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ഫ്രീലാൻസ് SEO കൊച്ചി എന്ന് അടിച്ച ഒരാൾ 3ാമത് കിടക്കുന്ന റിസൾട്ടിലേക്ക് ആകൃഷ്ടരായി ക്ലിക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്വാൻസ് സ്നിപ്പറ്റ് ആയിട്ടുള്ള സ്റ്റാർ റേറ്റിംഗ് കൊണ്ട് നമുക്ക് എന്ത് കിട്ടാം? 3ാമത്തെ പൊസിഷനിലാണ് കാണിക്കണമെങ്കിലും ക്ലിക്സ് ഇടയ്ക്കിടയ്ക്ക് കിട്ടാം. നമുക്കറിയാം ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യത്തെയോ 2ാമത്തെ റിസൾട്ട് ആയിരിക്കും പ്രോബബ്ലി ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ റിസൾട്ട് കിടക്കുന്ന പേജിനായിരിക്കും ഏറ്റവും കൂടുതൽ CTR റേറ്റും. എന്നാൽ 2ാമത് കിടക്കുന്ന റിസൾട്ടുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടും. പക്ഷേ 3ാമതും 4ാമതൊക്കെ കിടക്കുന്നതിന് വളരെ റെയറായിട്ടേ കിട്ടുന്നുണ്ടാവുള്ളൂ ക്ലിക്സ്.
ഉറപ്പല്ലേ? സംശയമില്ലല്ലോ ആ കാര്യത്തിൽ. എന്നാൽ നമ്മൾക്ക് അഡ്വാൻസ് സ്നിപ്പറ്റ് കൊടുത്തുകൊണ്ട് നമ്മളുടെ സ്നിപ്പറ്റ് ഏരിയ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവുകയോ ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ ആവുകയോ ചെയ്യുന്നത് വഴി എങ്ങനെ അഡ്വാൻസ് സ്നിപ്പറ്റുകളായിട്ടുള്ള സ്റ്റാർ റേറ്റിങ്ങോ തമ്പനെയിലോ അല്ലെങ്കിൽ ഇവന്റ്സോ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആകുന്നത് കൊണ്ട് ആൾക്കാരുടെ ശ്രദ്ധ രണ്ടാമത്തെ മൂന്നാമത്തെ റിസൾട്ടിലോട്ട് വരികയും അവരവിടെ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ CTR റേറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ക്ലിക്ക് ത്രൂ റേറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അയ്യോ തളർന്നു ഞാൻ. ക്ലാരിറ്റി ഉണ്ടോ? മെറിൻ മുമ്പോട്ട് പോകാമോ? ഓക്കെ ആണോ? ക്ലിയർ. ഇടയ്ക്ക് മെറിൻ സംസാരിക്കുന്നത് എനിക്ക് ക്ലാരിറ്റിയോട് ഓക്കെ. കേൾക്കുന്നത് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് മെറിൻ ക്ലിയർ. ഉണ്ടല്ലോ അല്ലേ? എനിക്കൊരു അങ്കലാപ്പുണ്ട്. ഞാൻ പറയുന്നത് മെറിന് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല സാറ് പറയുന്നത് എനിക്ക് ക്ലിയർ ആണ്. ക്ലിയർ ആയിട്ടാ കേൾക്കുന്നത് സാർ. പക്ഷെ താൻ ഇതിനു മുമ്പേ സംസാരിച്ചപ്പം അത് വോയിസ് ബ്രേക്കായി പോയായിരുന്നു. അപ്പം അതുപോലെ ഞാൻ പറയുന്നത് ബ്രേക്ക് ചെയ്താണ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനകത്തുള്ള പ്രധാനപ്പെട്ട വാക്കുകളോ കാര്യങ്ങളോ കിട്ടാതെ പോകും. അതാണ് എനിക്കുള്ള ടെൻഷൻ. ഓക്കെ, ഇല്ല സാർ, എനിക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാം. പക്ഷേ കേൾക്കുന്നത്. ഇപ്പോഴീ പറഞ്ഞപ്പോഴും തന്റെ വോയിസ് ബ്രേക്കായി. കുഴപ്പമില്ല. എന്തായാലും ഈ ക്ലാസ്സിനകത്ത് എവിടെയെങ്കിലും മിസ്സാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കൂടെ കണ്ടതൊന്ന് ഇത് ചെയ്താൽ മതി കേട്ടോ. വീഡിയോക്കകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. റെക്കോർഡ് ആകുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് അയക്കാം. ഓക്കെ, തിരിച്ചു വരാം. നമ്മൾ ഓൺ പേജിനകത്ത് SEO ടൈറ്റിലിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ടൈറ്റിൽ എവിടെ കാണിക്കാറുണ്ട്? സ്നിപ്പറ്റിനകത്ത് കാണിക്കാറുണ്ട്. SEO ടൈറ്റിൽ നമ്മൾ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒരു ചെറിയ പോയിന്റ് ഞാൻ പറഞ്ഞു, നമ്മളെ പേജിന് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് SEO ടൈറ്റിൽ എഴുതേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് ഉൾപ്പെടുത്തി ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആയിട്ടാണ് SEO ടൈറ്റിൽ എഴുതേണ്ടത്. അടുത്ത പോയിന്റ് ഇതാണ്, നമ്മൾ എഴുതുന്ന SEO ടൈറ്റിൽ അട്രാക്റ്റീവ് ആയിരിക്കണം, ഇംപ്രസീവ് ആയിരിക്കണം. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം വെച്ച് തന്നെ മനസ്സിലായി കാണും. ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്ന ആൾക്ക് നമ്മളെ ഒരു സ്നിപ്പറ്റിനകത്ത് നമ്മളെ പേജ് കാണിക്കുമ്പോൾ അവിടെ കാണിക്കുന്ന ടൈറ്റിൽ അട്രാക്റ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ക്ലിക്ക് കിട്ടും അല്ലേ? നമ്മുടെ CTR റേറ്റ് മെച്ചപ്പെട്ടതായിരിക്കും. എന്നാൽ നമ്മളെ SEO ടൈറ്റിൽ അട്രാക്റ്റീവ് അല്ലെന്ന് വിചാരിച്ചോ, ക്ലിക്ക് കിട്ടണമെന്നില്ല. താഴെ വേറെ റിസൾട്ട് ഉണ്ടല്ലോ. ആൾക്കാർ അവിടെ ക്ലിക്ക് ചെയ്ത് പോയാൽ നമുക്ക് കിട്ടേണ്ട ക്ലിക്ക് വേറെ ആൾക്കാർക്ക് ക്ലിക്ക് കിട്ടുന്നത് കാരണം നമുക്ക് വിസിറ്റ് കിട്ടത്തില്ല, നമ്മുടെ CTR റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മളെ പേജിനെ ഗൂഗിൾ താഴോട്ട് ഡിമോട്ട് ചെയ്യാറുണ്ട്. 2009 അങ്ങനെ സംഗതി ഉണ്ടല്ലേ, യൂസറിന്റെ ഇൻട്രാക്ഷൻ കുറയുന്ന വെബ്സൈറ്റുകൾ ഡിമോട്ട് ചെയ്യപ്പെടും. ഇവിടെ നമ്മളെ വെബ്സൈറ്റിന്റെ SEO ടൈറ്റിൽ രൂപപ്പെടുത്തുമ്പോൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് ഉൾപ്പെടുത്തി ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആയിട്ട് എഴുതണം. അട്രാക്റ്റീവ് ആക്കണം, മീനിങ് ഫുൾ ആക്കണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇംപ്രസീവ് ആകണം. വളരെ പ്രാധാന്യമുണ്ട്. ഇനി അവിടെ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യാൻ പാടില്ലാത്ത 1-2 കാര്യങ്ങൾ പറയാം. ഒരു കാരണവശാലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കോ വരാൻ പാടില്ല. റിപ്പീറ്റ് ചെയ്യാം, നമ്മളൊരു പേജിന്റെ SEO ടൈറ്റിൽ കൊടുക്കുമ്പോൾ നമ്മളെ SEO ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഗൂഗിളിനെ ഹെൽപ്പ് ചെയ്യുന്ന ഗൂഗിൾ സെർച്ച് ഹെഡ് സെഷനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് SEO ടൈറ്റിൽ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കോ വരാൻ പാടില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അഥവാ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ടൈറ്റിലുകളുള്ള പേജുകളെ ഗൂഗിൾ അധികം പ്രൊമോട്ട് ചെയ്യാറില്ല, ഡിമോട്ട് ചെയ്യാം, റെക്കമെൻഡ് ചെയ്യാറില്ല. ഒരു SEO ടൈറ്റിലിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിസ്പെൽറ്റ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന ഒരാളിന് ഇത് ഇൻഡെക്സ് ചെയ്ത് കൊടുക്കുമോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും ഗൂഗിൾ കൊടുക്കത്തില്ല. ഗൂഗിളിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സെർച്ച് മിസ്പെൽറ്റ് ചെയ്ത് സെർച്ച് ചെയ്താൽ ഗൂഗിൾ അതിൻ്റെ ഒറിജിനൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാത്ത വെർഷൻ്റെ റിസൾട്ടാണ് കാണിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഗൂഗിളിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തി ഒരു സെർച്ച് നടത്തിയാൽ ഗൂഗിൾ അതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാത്ത വേർഷൻ്റെ റിസൾട്ടാണ് കാണിക്കുക. അതുകൊണ്ട് നമ്മൾ ഒരു പേജിൻ്റെ SEO ടൈറ്റിൽ കൊടുത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മനഃപൂർവ്വം വരുത്തി ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തി സെർച്ച് ചെയ്യുന്ന ഒരാളിൻ്റെ മുമ്പിലേക്ക് എത്താൻ ചാൻസ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസ് ഒട്ടുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരു പേജിൻ്റെ SEO ടൈറ്റിൽ കൊടുക്കുമ്പോൾ ഒരിക്കലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി വെബ്സൈറ്റുകളിൽ കൊടുക്കുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളെ പറ്റിയൊക്കെ ഗൂഗിള് ഒരു വീഡിയോ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിനകത്ത് പബ്ലിഷ് ചെയ്തേക്കുന്ന വീഡിയോയ്ക്കകത്ത് ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സാധാരണ ഗൂഗിളിനകത്ത് SEO സപ്പോർട്ടിന് വേണ്ടി പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസൊക്കെ ക്വസ്റ്റിനെയർ രൂപത്തിലാണ് പബ്ലിഷ് ചെയ്യാറ്. ഒരു ക്വസ്റ്റ്യൻ മാത്യു കട്സ് എന്ന് പറയുന്ന ഒരാൾ ചോദിക്കും.
ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കും അയാൾ, എന്നിട്ട് അതിന്റെ ആൻസർ അയാൾ പറയുന്ന രീതിയിലാണ് ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പം അറിയാലോ, പണ്ട് ഈ ദൂരദർശനിലൊക്കെ ഈ എന്താ പ്രതികരണം പരിപാടി കണ്ടിട്ടുണ്ടോ ദൂരദർശനിൽ? നിങ്ങളൊക്കെ ദൂരദർശൻ കണ്ടിട്ടുണ്ടോന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. പ്രതികരണ പരിപാടി എന്ന് പറയുന്നത് ദൂരദർശനിൽ കത്തൊക്കെ ആൾക്കാർ എഴുതി ചോദിക്കുമ്പോൾ ഒരാൾ ഒരു കത്തിനകത്തുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, ക്വസ്റ്റ്യൻ വായിക്കും, അടുത്തിരിക്കുന്ന ആൾ അതിൻ്റെ ആൻസർ പറയും. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും: നമ്മൾ കഴിഞ്ഞ മാസത്തിൽ ഇത്രാം തീയതി സംപ്രേഷണം ചെയ്ത വയലും വീടും പ്രോഗ്രാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതിനകത്തുള്ള മീൻ വളർത്തലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ ഇനിയും സംപ്രേഷണം ചെയ്യാമോ എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഒരു മത്സ്യകൃഷിയുടെ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന മത്സ്യകൃഷിയെ പറ്റി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ, വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക. അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഇനി എന്നാണ് പുനർസംപ്രേഷണം ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പ്രതികരണ പരിപാടി ദൂരദർശനിലൊക്കെ വരുന്നത്. അതുകൊണ്ടോന്ന് അറിയത്തില്ല. അതേപോലെയാണ് ഈ മാറ്റ്കട്സ് വീഡിയോസ് പ്രസന്റ് ചെയ്തിരുന്നത്, SEO റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്. അതിലൊരു വളരെ ഫേമസ് ആയിട്ടുള്ള വീഡിയോയ്ക്കകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ ഗൂഗിൾ ആ വെബ് പേജിനെ എങ്ങനെ കാണും? അതിനെ പണിഷ് ചെയ്യുമോ? അതിനെ ഗൂഗിളിന്റെ സെർച്ച് റിസൾട്ട് വരാതെ ഗൂഗിൾ ഒഴിവാക്കുമോ എന്നൊക്കെയാണ് ആ ക്വസ്റ്റ്യന്റെ ഇതിവൃത്തം. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: നമ്മളൊരു പേജ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ ഗൂഗിൾ നമ്മളെ പണിഷ് ചെയ്യുമോ എന്നാണ് ക്വസ്റ്റ്യൻ. മാറ്റ്കട്സ് പറയുന്നത്, നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു പേജിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗൂഗിൾ അങ്ങനെയുള്ള പേജുകളെ ഒഴിവാക്കാനാണ് ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ തയ്യാറാക്കുന്ന പേജുകളുടെ കണ്ടന്റിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും ഒക്കെ ഒഴിവാക്കിയിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ആൻസർ കൂടിയാണ്. ഇനി ഇതേ വീഡിയോയ്ക്കകത്ത് തന്നെ മാറ്റ്കട്സ് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: നിങ്ങൾ ആരെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു വെബ്സൈറ്റിലേക്ക് എത്തി, ആ വെബ്സൈറ്റിൽ കണ്ട പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ആ പ്രോഡക്റ്റ് നിങ്ങൾ മേടിക്കാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്തു. ആ മേടിക്കാൻ തീരുമാനിച്ച സമയത്ത് അതിനെ ആഡ് ടു കാർട്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോണ സമയത്ത് ആ പേജിനകത്തുള്ള കണ്ടന്റുകൾ, ഡിസ്ക്രിപ്ഷനുകളൊക്കെ വായിച്ചപ്പോൾ അതിനകത്ത് നിറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും ആണ് ഉള്ളതെങ്കിൽ നിങ്ങളിൽ എത്ര പേര് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമെന്ന് ആ വീഡിയോയ്ക്കകത്ത് ഈ മഹാൻ ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? നിങ്ങളൊരു ഒരു പ്രോഡക്റ്റ് ഒരു വെബ്സൈറ്റിനകത്ത് പോയി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ വില ഇഷ്ടപ്പെട്ടു, അത് കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട്, അതിൻ്റെ വില ഇഷ്ടപ്പെട്ടു, ഓഫർ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ അതിനെ ആഡ് ടു കാർട്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോണ സമയത്ത് അതിനകത്തുള്ള കണ്ടന്റ്സ് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് എവിടെ നോക്കിയാലും സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും ആണെങ്കിൽ നിങ്ങളിൽ എത്ര പേര് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമെന്നാണ് ആ വീഡിയോയ്ക്കകത്ത് മാറ്റ്കട്സ് ചോദിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, ജോയലാണ് ഇതുപോലെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോകണമെന്ന് വിചാരിച്ചോ, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും ആണ് ഉള്ള ഫുള്ള് സ്ഥലങ്ങളിലുള്ളതെങ്കിൽ ജോയൽ അത് പർച്ചേസ് ചെയ്യുമോ? ഇല്ല. എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യില്ല? അതിനൊരു ക്വാളിറ്റി ഉണ്ടാവില്ല, ഒന്നുമില്ല മനസ്സിലാക്കും. ഇത് ജോയലിനൊരു ടെൻഷൻ ഇല്ലേ? ഇതിനെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പൊട്ട സാധനം കിട്ടുകയോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം നമുക്ക് വരാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ പറ്റിക്കാൻ ചാൻസ് ഉണ്ടോ എന്നൊരു തോന്നലൊന്നുമില്ലേ? അതൊരു അമച്ചറായിട്ട് തോന്നും. കറക്റ്റ് അല്ലേ? നമ്മൾ പേജിനകത്ത് കിടക്കുന്ന കണ്ടന്റ് ഒക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പർച്ചേസ് പ്രൊസീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? മെറിൻ പോയാ? ഇല്ല സർ. ഇല്ല. ഓക്കെ. അപ്പൊ അതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പം എത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മളൊരു പേജിന്റെ കണ്ടന്റ്സ് ഒക്കെ കാര്യം തയ്യാറാക്കുമ്പോൾ, എസ്പെഷ്യലി ടൈറ്റിൽ നമുക്കറിയാം. നമ്മളെ പേജിനെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇല്ല, പ്രൊസീഡ് ചെയ്യത്തില്ല. എനിക്ക് തോന്നുന്നത് ജോയിലെ, ഞാൻ പറയുന്ന സംഗതികൾ ആ മൂവാറ്റുപുഴ വരെ എത്താനായിട്ട് കുറെ സമയം എടുക്കുന്നുണ്ടോ? അത് കുറെ കഴിഞ്ഞിട്ടാണ് മെറിന്റെ ആൻസർ വരുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഡിലേ ഉണ്ടോ? ഡിലേ ഉണ്ട്. ഏത് നെറ്റാണോ മെറിൻ ഉപയോഗിക്കണേ? ഇനി 5 സെക്കൻഡ് കഴിഞ്ഞ് മെറിന്റെ അടുത്ത് എത്തുള്ളൂ. ഇല്ല, എനിക്ക് കേൾക്കുന്നുണ്ട്. താമസിച്ചാണ് കേൾക്കുന്നത് തോന്നുന്നു. പറയുന്നത് ഡിലേ ആകുന്നതാന്ന് തോന്നുന്നു. സാറ് പറയുന്നത് ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. ഉപയോഗിക്കണേ? കേട്ടില്ല. അല്ല, സാറ് പറയുന്നത് ഞാൻ കറക്റ്റ് ആയിട്ട് കേൾക്കുന്നത്, പക്ഷെ ഞാൻ പറയുന്നത് അതിപ്പോ എന്റെ കുഴപ്പമാണ്. സാറിന് ഡിലേ ആയിട്ടാണ് തോന്നുന്നു. ആണോ?
ഓക്കെ ഓക്കെ. എന്തായാലും ഏത് നെറ്റാണെന്ന് പറഞ്ഞില്ല. ഞാൻ ജിയോടെ. അയ്യോ, ജിയോ ഒക്കെ നല്ല റേഞ്ച് ഉള്ള സാധനമല്ലേ? ജിയോ ആണ് ഉപയോഗിക്കുന്നത്, മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. മൊബൈൽ ആയതുകൊണ്ട് അല്ല, എന്റെ ഇവിടുന്ന് ഞാൻ പറയുന്ന പ്രശ്നമാണ്. ആണോ? ഓക്കെ ജിയോയാണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. റേഞ്ച് ഉണ്ട് സർ. എടേ ജോയിലെ, നിനക്ക് മനസ്സിലായി? ഞാൻ ചോദിക്കുമ്പോ അത് കേട്ട് പ്രയോജിച്ച് മെല്ലെയാക്കി ഉണ്ട് കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത്. അതായത് പതുക്കെ തിരിച്ച്, അതായത് കൊടുക്കുന്നത് ക്വസ്റ്റ്യന്റെ ഒക്കെ കഴിഞ്ഞ് ഒരു ഡിസിഷൻ എടുത്ത് ആൻസർ പറയുന്നതാണ്. അതായത് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ആൻസർ മെറിന് ഇല്ല എന്നാണ്. പോയാ മെറിൻ? അല്ല സർ, ഇല്ല. എനിക്ക് സാർ പറയുന്നത് കേട്ടിട്ട് പറയും, ഞാൻ പറയുന്ന അവിടെ എത്തുന്നത് ഡിലേ ഉണ്ടല്ലേ? അങ്ങനെ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. എടേ, ജിയോയുടെ പൈസയൊക്കെ താൻ അടയ്ക്കാറുണ്ടോ? പോട്ടെ. ഈ ഇത് ചിലപ്പോൾ മൂവാറ്റുപുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ എന്തറിയോ, എനിക്ക് തോന്നുന്നു ഈ ജിയോക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവരെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് റേഞ്ച് ഇടയ്ക്ക് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലൊക്കേഷനൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലേക്ക് സിഗ്നൽസ് കൂട്ടിക്കൊടുക്കുന്ന പരിപാടിയൊക്കെ ജിയോയ്ക്കുണ്ട് കേട്ടോ. അവരുടെ ടെക്നോളജി ഭയങ്കര അഡ്വാൻസ് ടെക്നോളജിയാണ്. ഞാൻ പറഞ്ഞ തമാശയല്ല. നമ്മൾ ജിയോയുടെ കണക്ഷൻ ഉപയോഗിച്ച് നെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പോവുകയോ സ്പീഡ് കുറയുകയോ ചെയ്യുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ ജിയോക്കാരെ കോണ്ടാക്ട് ചെയ്ത് ഇത് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അത് ആ കംപ്ലൈൻറ്റ് സീരിയസ് ആയിട്ട് അവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ലൊക്കേഷൻ എവിടെയാണ്, കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പോർഷനിലേക്ക് നമ്മൾ വീടിരിക്കുന്ന ലൊക്കേഷൻ എവിടെയാണോ ലൊക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ വീടിരിക്കുന്ന ലൊക്കേഷനിലേക്ക് അവരുടെ റേഞ്ചിന്റെ സിഗ്നൽ കൂട്ടാനുള്ള ഒരു സംവിധാനം അവർക്കുണ്ട്. ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഒരു പേജിന്റെ SEO ടൈറ്റിൽ രൂപപ്പെടുത്തുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. നമ്മൾ ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളെ പഠിച്ചുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് പഠിച്ച പോയിന്റ് ഒരു SEO ടൈറ്റിൽ കൊടുക്കുമ്പോൾ അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കോ വരാൻ പാടില്ല എന്നുള്ളതാണ്. ഒഫീഷ്യലായിട്ടുള്ള അവരുടെ വീഡിയോയ്ക്കകത്ത് ഇത് കൃത്യമായിട്ട് നിർവചിക്കുന്നുണ്ട്. എൻ്റെ പോരായ്മ പ്രശ്നങ്ങളെ പറ്റി പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്ത സംഗതിയിലേക്ക് വരാം. നമ്മൾ പേജിന്റെ SEO ടൈറ്റിൽ എഴുതുമ്പോൾ അത് ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ പാടില്ല. റിപ്പീറ്റ് ചെയ്യാം. നമ്മളൊരു പേജിന്റെ SEO ടൈറ്റിൽ എഴുതുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഫുൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാർട്ടർ ഗൈഡ് എന്ന് പറയുന്ന ഡോക്യുമെന്റിനകത്ത് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഗൂഗിൾ പുറത്തുവിട്ട സ്റ്റാർട്ടർ ഗൈഡ് എന്ന് പറയുന്ന PDF ഡോക്യുമെന്റിനകത്ത് ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു ഉദാഹരണത്തിനൊക്കെ പറയുന്നത് ബേസ് ബോൾസ് എന്നൊക്കെ പറഞ്ഞൊരു ഒരു പേജിന്റെ ടൈറ്റിലാണ് കാണിക്കുന്നത്. ആ ടൈറ്റിൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഉദാഹരണത്തിൽ പറയുന്നുണ്ട്. ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ എഴുതരുതെന്ന് പറയുന്നുണ്ട്. ഈ എഴുതരുതെന്ന് പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ പാടില്ല എന്ന് പറയുന്നത് അവിടെ നിർവചിക്കുന്നില്ല, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ മനസ്സിലാക്കിക്കോ, പേജിന്റെ SEO ടൈറ്റിലിന് പരിമിതിയുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഒരു പേജിന്റെ SEO ടൈറ്റിലിന് ഇത്ര ക്യാരക്ടേഴ്സേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതിന് ഇത്ര പിക്സൽ വിഡ്ത്തേ വരാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു കണക്കുണ്ട്. ആ കണക്ക് നമ്മൾ ഫോളോ ചെയ്താണ് പേജിന്റെ SEO ടൈറ്റിൽ രൂപപ്പെടുത്തേണ്ടത്. എങ്ങാനും നമ്മൾ എഴുതുന്ന SEO ടൈറ്റിലിന്റെ പിക്സൽ വിഡ്ത്ത് കൂടിപ്പോയാൽ, അത് പിക്സൽ വിഡ്ത്ത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന്റെ സ്നിപ്പറ്റിനകത്ത് നമ്മളെ ടൈറ്റിൽ ഫുള്ളായിട്ട് കാണിക്കാൻ ഗൂഗിളിന് സാധിക്കില്ല. അവിടെ നമ്മൾ ചില വാക്കുകളൊന്നും ഇല്ലാതെ ഡോട്ടായിട്ട് കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു വാക്കിനെ പകുതി മുറിച്ചൊന്നും ഗൂഗിൾ എഴുതുന്ന ശീലമല്ല. ഇതുപോലെ അവസാനം വരുന്ന വാക്കുകൾ ഇല്ലാതെ അവസാനം ഡോട്ട് കിടക്കുന്ന രീതിയിലോട്ട് മാറും. നമ്മൾ ചിലപ്പോഴൊക്കെ ചില റിസൾട്ടൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ടൈറ്റിലിന്റെ ഭാഗത്ത് നീളം കൂടി പോകുന്നത് കൊണ്ട് ഡോട്ടായിട്ട് കാണിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇതാ കണ്ടോ, ഈ ടൈറ്റിൽ കണ്ടോ, ഈ ടൈറ്റിലിന്റെ ഏറ്റവും എൻഡിൽ കണ്ടോ ഡോട്ടായിട്ട് കാണിക്കുന്നത്. ഇങ്ങനെ വരാൻ ചാൻസ് വരും. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ കൊടുക്കുന്ന SEO ടൈറ്റിൽ ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആയിട്ട് ഒരു യൂസറിന് വായിക്കാൻ പറ്റുകയില്ല. കാരണം മീനിങ് ഫുൾ ആവുന്നില്ല. അവസാനത്തെ വാക്കൊക്കെ പോയി അവിടെ ഡോട്ട് എന്ന് കാണിക്കുന്നു, കുത്തു വരും. അപ്പോൾ ഞാൻ പഠിച്ച പോയിന്റ് ഒരിക്കൽ കൂടെ പറയാം. പബ്ലിഷ് ചെയ്യുന്ന ഒരു പേജിന്റെ SEO ടൈറ്റിലിന്റെ ലെങ്തിന് ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട്. ഒരു SEO ടൈറ്റിലിന്റെ ലെങ്തിന്റെ ലിമിറ്റേഷൻ
പിക്സൽ വിഡ്ത്ത് 512 എന്ന് പഠിച്ചു വയ്ക്കുക. ഒരു പേജിന്റെ SEO ടൈറ്റിലിന്റെ പിക്സൽ വിഡ്ത്ത് എത്രയാണ് ലിമിറ്റേഷൻ? ക്വസ്റ്റ്യൻ ഇങ്ങനെയാ ചോദിക്കുക, ഒരു പേജിന്റെ SEO ടൈറ്റിലിന്റെ പിക്സൽ വിഡ്ത്ത് ലിമിറ്റേഷൻ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെച്ചോളൂ, 512. 512 പിക്സൽ വിഡ്ത്ത് ആണ്. ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുറിച്ച് വയ്ക്കുകയും മനസ്സിലാക്കുകയും ബൈഹാർട്ട് ചെയ്യുകയും ചെയ്യുക. എപ്പോഴെങ്കിലും നമ്മൾ ഡിസ്കഷന്റെ ഇടയ്ക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു പണിഷ്മെന്റ് ഞാൻ തരുന്നതായിരിക്കും. അപ്പം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു പേജിന്റെ SEO ടൈറ്റിലിന്റെ പിക്സൽ വിഡ്ത്ത് ലിമിറ്റേഷൻ. പിക്സൽ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത് കാണിക്കണോ ജോയിലെ? പിക്സൽ വിഡ്ത്ത് പിക്സൽ പിക്സൽ വിഡ്ത്ത് ഓഫ് SEO ടൈറ്റിൽ. അപ്പം പിക്സൽ വിഡ്ത്ത് ലിമിറ്റേഷൻ ഓഫ് SEO ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 512 ആണ്. അപ്പോൾ അവിടെ നമ്മൾക്ക് SEO ടൈറ്റിലിന് ക്യാരക്ടേഴ്സിന്റെ എത്ര ക്യാരക്ടേഴ്സ് എഴുതാമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 55 to 60 ക്യാരക്ടേഴ്സിനുള്ളിൽ ലിമിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഫുള്ള് ക്യാപിറ്റൽ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞതിനകത്ത്, എന്തുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു. സ്റ്റാർട്ടർ ഗൈഡിനകത്ത് ഗൂഗിൾ തന്നെ പറയുന്നുണ്ട് ഫുള്ള് ക്യാപിറ്റൽ എഴുതാൻ പാടില്ല എന്ന് എഴുതുമ്പോൾ, SEO ടൈറ്റിൽ എഴുതുമ്പോൾ. അതേപോലെ നമ്മളൊരു പേജിന്റെ SEO ടൈറ്റിൽ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിന്റെ എണ്ണം കൂടുകയോ അല്ലെങ്കിൽ ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ എഴുതുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ പിക്സൽ വിഡ്ത്ത് പെട്ടെന്ന് എക്സീഡ് ചെയ്ത് പോകും. ഉദാഹരണത്തിന് ഈ ടൈറ്റിൽ നോക്കി, ഇതിൽ SEO അതുപോലെ ES M പോലെയുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സിനൊക്കെ വലിപ്പം കൂടുതലാണ് അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ SEO ടൈറ്റിലിന്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സിനൊക്കെ വലിപ്പം കൂടുതലാണ്. ഈ M എന്ന് പറയുന്ന അക്ഷരത്തിന്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിന്റെ വീതി കൂടുതലാണ്, പിക്സൽ വിഡ്ത്ത് കൂടുതലാണ്. എന്നാൽ ഈ R, സ്മോൾ ലെറ്റർ R അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ I, കണ്ടോ, ഈ I ഒക്കെ വളരെ കുറവാണ്, പിക്സൽ വിഡ്ത്ത് വളരെ കുറവാണ്. അപ്പം നമ്മളെ പേജിന്റെ പിക്സൽ വിഡ്ത്ത് ലിമിറ്റേഷൻ ക്യാരക്ടർ വെച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു 55 to 60 ക്യാരക്ടേഴ്സ്, ഒരു 55 55 ക്യാരക്ടേഴ്സ് ഒക്കെ കൊടുക്കുന്നത്. ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പം ഈ അക്ഷരങ്ങളാണ്. അതുപോലെ തന്നെ ഈ ടൈറ്റിൽ രൂപപ്പെടുത്തുമ്പോൾ നമ്മൾ ഈ വാക്കുകളുടെ ഇടയിൽ കൊടുത്തേക്കുന്ന ഈ സ്പേസുകളോ ഇതുപോലെ കൊടുക്കുന്ന ഹൈഫൺ പോലെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ ആ ക്യാരക്ടറായിട്ട് കൗണ്ട് ചെയ്യുമെന്ന് കൂടെ മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് വന്നും, സാർ ഒരു പേജിന്റെ SEO ടൈറ്റിൽ കൊടുക്കുമ്പോൾ 55 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 55 to 60 ക്യാരക്ടേഴ്സ് കൊടുക്കുമ്പോൾ ഇതിനിടയ്ക്കുള്ള സ്പേസ് കൗണ്ട് ചെയ്താണോ, അത് ഉൾപ്പെടെയാണോ 55 മുതൽ 60 ക്യാരക്ടേഴ്സ്, അതോ അതില്ലാതെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉൾപ്പെടെയാണ്. അപ്പം ഒരു പേജിന്റെ SEO ടൈറ്റിൽ എത്ര ക്യാരക്ടേഴ്സ് കൊടുക്കാമെന്നുള്ളതാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്. അതിനു മുമ്പേ പറഞ്ഞ പോയിന്റ്, ഒരു പേജിന്റെ SEO ടൈറ്റിലിന്റെ പിക്സൽ വിഡ്ത്ത് ലിമിറ്റേഷൻ എത്രയാണ്? അത് 512 പിക്സൽ ആണ്. അതിനു മുമ്പേ നമ്മൾ പറഞ്ഞത് ഒരു പേജിന്റെ SEO ടൈറ്റിൽ എഴുതുമ്പോൾ ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് കാരണം പേജിന്റെ SEO ടൈറ്റിൽ ഫുൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുമ്പോൾ അതിന്റെ പിക്സൽ വിഡ്ത്ത് പെട്ടെന്ന് എക്സീഡ് ചെയ്ത് പോകുന്നത് കൊണ്ട് അത് ഗൂഗിളിനകത്ത് കാണിക്കുമ്പോൾ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാതെ ഇവിടെ ഡോട്ട് എന്ന് കാണിക്കും. അപ്പോൾ അത് മീനിങ് ഫുൾ ആയിട്ട് ഒരു സെന്റൻസ് ആയിട്ട് യൂസറിന് കിട്ടത്തില്ല. നമുക്കറിയാം ഒരു പേജിന്റെ SEO ടൈറ്റിൽ രൂപപ്പെടുത്തുമ്പോൾ നമ്മളെ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് ഉൾപ്പെടുത്തി ഒരു മീനിങ് ഫുൾ സെന്റൻസ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അത് അട്രാക്റ്റീവ് ആകണം, ഇംപ്രസീവ് ആകണം. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കോ ഒന്നും വരാൻ പാടില്ല. ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാൻ പാടില്ല. എന്നാ പിടിച്ചോ, അടുത്ത പോയിന്റ്, ഫുള്ള് സ്മോൾ ലെറ്ററിൽ എഴുതാൻ പാടില്ല. ഒരു SEO ടൈറ്റിൽ കൊടുക്കുമ്പോൾ ഫുള്ള് സ്മോൾ ലെറ്റർ എഴുതാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടർ ഗൈഡിനകത്ത് ഗൂഗിൾ അതും പറയുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സ്മോൾ ലെറ്റർ ആയിട്ട് വരുന്ന ഒരു SEO ടൈറ്റിലിന് അട്രാക്ഷൻ തീരെ കുറവായിരിക്കും. ഫുള്ള് സ്മോൾ ലെറ്റർ എഴുതുന്ന ഒരു SEO ടൈറ്റിലിന് ഇംപ്രസീവ്നെസ്സും അട്രാക്റ്റീവ്നെസ്സും ഒക്കെ തീരെ കുറയും. അട്രാക്റ്റീവ്നെസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? ആൾക്കാരൊന്നും ആ റിസൾട്ട് ക്ലിക്ക് ചെയ്യാൻ പോകത്തില്ല, ഒരു ഉണ്ടാവില്ല, ഒരു പവർ ഉണ്ടാവത്തില്ല. എന്നാൽ ഇത് നോക്കിയേ, നമ്മൾ നേരത്തെ നമ്മളെ ബ്ലോഗ് എഴുതിയപ്പോൾ എങ്ങനെ ചെയ്തു? ജോയൽ SEO അനലിസ്റ്റ് അല്ലെങ്കിൽ മെറിൻ SEO അനലിസ്റ്റ് എന്ന് കൊടുത്തപ്പോൾ മെറിന്റെ M ക്യാപിറ്റൽ ലെറ്റർ എഴുതി, SEO ക്യാപിറ്റൽ ലെറ്റർ എഴുതി, അതുപോലെ തന്നെ അനലിസ്റ്റിന്റെ A ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തില്ലേ? അങ്ങനെയാണ് നമ്മൾ എഴുതി പോയത് ആദ്യത്തെ അക്ഷരങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ ബ്ലോഗ് പോസ്റ്റിന്റെ ടൈറ്റിൽ കൊടുത്തപ്പോൾ എങ്ങനെയാ? ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് കൊടുത്തപ്പോൾ ഹിസ്റ്ററിയുടെ Hഉം എവല്യൂഷന്റെ Eയും അവിടെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന്റെ SEO എല്ലാ ക്യാപിറ്റൽ ലെറ്റർ ആണ് കൊടുത്തത് ഇല്ലേ? അപ്പൊ അതുപോലെ നമ്മൾ എഴുതുന്ന SEO ടൈറ്റിലിന്റെ പ്രധാനപ്പെട്ട വാക്കുകൾ, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വാക്കുകൾക്ക് മാത്രമേ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിട്ടുള്ളൂ. ഉദാഹരണത്തിന് ഇവിടെ ഫില്ല് ചെയ്യുന്ന ഫില്ലേഴ്സ് ഉണ്ട് ഇല്ലേ, സ്റ്റോപ്പ് വേർഡ്സ് ഉണ്ട്. ഈ ഫോർ പോലെയുള്ള വാക്കുകൾ പ്രിപ്പോസിഷനൊന്നും നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോറൊക്കെ സ്മോൾ ലെറ്റർ തന്നെ എഴുതാം. പക്ഷെ ഇത് ഫുള്ള് സ്മോൾ ലെറ്റർ എഴുതാൻ പാടില്ല, ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ പാടില്ല. വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്നതാണ് നല്ലത്. അത് നമ്മൾ ഫോളോ ചെയ്താണ് നമ്മൾ നേരത്തെ എന്ത് ചെയ്തേ?
മെറിൻ SEO അനലിസ്റ്റ് എന്ന് ബ്ലോഗിന്റെ ടൈറ്റിൽ കൊടുത്തപ്പോൾ അതാണ് അതിന്റെ SEO ടൈറ്റിൽ ആകുന്നത് കൊണ്ട് ഫുള്ള് ക്യാപിറ്റൽ കൊടുക്കുകയോ ചെയ്തില്ല, ഫുള്ള് സ്മോൾ ലെറ്ററും കൊടുത്തില്ല. പകരം മെറിന്റെ എമ്മും SEO എന്നുള്ളത് ക്യാപിറ്റൽ കൊടുത്തു. എന്നിട്ട് അനലിസ്റ്റിന്റെ എയും ക്യാപിറ്റൽ കൊടുത്തു. ഇനി അവിടെ പഠിക്കേണ്ട അടുത്ത പോയിന്റിലേക്ക് വരാം. ഒരു പേജിന്റെ SEO ടൈറ്റിൽ കൊടുക്കുമ്പോൾ മിനിമം 3 വേർഡ്സ് എങ്കിലും കൊടുക്കുന്നത് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നല്ലത്. റിപ്പീറ്റ് ചെയ്യാം. ഒരു പേജിന്റെ SEO ടൈറ്റിൽ കൊടുക്കുമ്പോൾ മിനിമം 3 വേർഡ്സ് എങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. ഒരു വാക്കോ 2 വാക്കോ കൊടുത്ത് ഒരു വെബ്സൈറ്റിന്റെയോ പേജിന്റെയോ ബ്ലോഗ് പോസ്റ്റിന്റെയോ ടൈറ്റിൽ ഒന്നും രൂപപ്പെടുത്താൻ നിൽക്കരുത്. ഒരു വാക്കുകൊണ്ട് ഒരു പേജിന്റെ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കരുതെന്ന് ഗൂഗിൾ തന്നെ സ്റ്റാർട്ടർ ഗൈഡിനകത്ത് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്കുകൊണ്ടോ 2 വാക്കുകൊണ്ടോ ഒരു പേജിനെ ഒരു ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കാൻ ഗൂഗിളിന് സാധിക്കുകയില്ല. ഓക്കെ, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ബ്ലോഗിന് മെരിൻ എന്ന് മാത്രം ടൈറ്റിൽ കൊടുത്തെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ ബ്ലോഗിനെ മനസ്സിലാക്കാൻ ഗൂഗിളിന് പരിമിതികളുണ്ടാവും. എന്താണ് മെരിൻ? ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമാണോ, അല്ലെങ്കിൽ ഒരു ഷോപ്പിന്റെ പേരാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസിന്റെ നെയിമാണോ, അല്ലെങ്കിൽ ബ്രാൻഡിന്റെ നെയിമാണോ, കഴിക്കുന്ന എന്തെങ്കിലും സാധനമാണോ മെറിൻ എന്ന് പറഞ്ഞ്? മെറിൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? അയ്യോ, മെറിൻ പോയോ? പ്ലസന്റ് എന്നർത്ഥം. പ്ലസന്റ്. ഓക്കെ, മെറിൻ എന്ന് പറഞ്ഞാൽ പ്ലസന്റ് അല്ലേ? മെറിൻ. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചു വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ കൊടുക്കുന്ന ഒരു പേജിന്റെയോ ബ്ലോഗിന്റെയോ ടൈറ്റിൽ ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്കിനെ മാത്രം ഉൾപ്പെടുത്തി ആ വെബ്സൈറ്റ് എന്തിനെ പറ്റിയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് പരിമിതികൾ ഗൂഗിളിനുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഒരു പേജിന് SEO എന്ന് മാത്രം കൊടുത്തു. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ SEO പറ്റി എന്ന് പറയുന്നത്? ഒരു SEOയുടെ വെബ്സൈറ്റ് ആണോ? SEO പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണോ? SEO ചെയ്യുന്ന ആളാണോ? SEO പറ്റിയുള്ള ബ്ലോഗാണോ? SEO പറ്റിയുള്ള വെബ്സൈറ്റ് ആണോ? ക്ലാരിറ്റി ഇല്ല. മെറിൻ എന്താണ് എന്ന് അറിയാൻ പറ്റത്തില്ല. വ്യക്തിയാണോ? ഒന്നും അറിയാൻ പറ്റില്ല. എന്നാൽ മെറിൻ SEO അനലിസ്റ്റ്. അപ്പോൾ എന്താ? മെറിൻ എന്ന പേരുള്ള SEO അനലിസ്റ്റ്, ക്ലാരിറ്റി ഉണ്ട്. അപ്പം അവിടെ പഠിക്കേണ്ട പാഠം ഇതാണ്: ഒരു പേജിന് SEO ടൈറ്റിൽ കൊടുക്കുമ്പോൾ മിനിമം 3 വേർഡ്സ് എങ്കിലും എഴുതുക. ഒരു വാക്കുകൊണ്ടോ 2 വാക്കുകൊണ്ടോ ഒരിക്കലും ഒരു SEO ടൈറ്റിൽ രൂപപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലിയർ ആയോ ജോയലെ? സാർ, ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടെ പഠിച്ചിട്ട് നമുക്ക് SEO ടൈറ്റിലുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഇനി തിങ്കളാഴ്ച വൈകിട്ടായിരിക്കും ക്ലാസ്. തിങ്കൾ, ചൊവ്വ, ബുധൻ കൂടെ മെറിന്റെ അവിടുത്തെ വർക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറിൻ ഓഫ്ലൈൻ ആയിരിക്കും വരിക. മെറിൻ ഓഫ്ലൈൻ പ്രിഫർ ചെയ്യുന്ന ടൈം എങ്ങനെയായിരിക്കും? രാവിലെ 10 മണിക്ക് വരുന്നത് എങ്ങനെയാണ്? രാവിലെ ആയിരിക്കും സാർ. രാവിലെ 10 മണി. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ ജോയലിന്റെ ടൈം വൈകുന്നേരം ആക്കി തരാം കേട്ടോ ജോയലെ. കുഴപ്പമില്ല സാർ. രാവിലെ തനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന സമയമാണോ? 10 മണിക്ക് ഇല്ലല്ലോ. കുഴപ്പമില്ല സാർ, ഞാൻ 10 മണി തന്നെ പറ്റില്ല. അത് കഴിഞ്ഞ് 1-ാം തീയതി മുതൽ അവളെ ജോയിൻ ചെയ്തില്ലേ? ഞാൻ 29-ാം തീയതി കയറും സാർ. 29-ാം തീയതി കയറും. ഓക്കെ ഫൈൻ. എന്തെങ്കിലും ഈ ടൈമിന്റെ കാര്യത്തിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ കേട്ടോ ജോയിലെ. മോർണിംഗ് കുഴപ്പമില്ല സാർ. ഞാൻ മോർണിംഗ് തനിക്ക് പറ്റി പറയാൻ പറഞ്ഞാൽ തനിക്ക് ഇനിയിപ്പോ എന്താ പള്ളിയിലെ പെരുന്നാള്, പിന്നെ പള്ളിയിലെ പ്രാർത്ഥന, അതിന്റെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ അത് പറഞ്ഞാൽ മതി. ടൈമിന് അഡ്ജസ്റ്റ്മെന്റ് നടത്താം. കാണേണ്ടതുപോലെ കണ്ടാ മതി സാർ. തന്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് സ്ഥലമൊക്കെ കാണിച്ച് ആനയൊക്കെ കാണിച്ചു തരാം. അതുപോലെ ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ട് കേട്ടോ. ജോയലിന്റെ വീട് അങ്കമാലി പ്ലാന്റേഷൻ ഇല്ലേ, ആ ഭാഗത്താണ്. അറിയില്ല, ആർക്കറിയാൻ ചാൻസ് ഇല്ല. ആതിരപ്പള്ളിയൊക്കെ ഇല്ലേ, അതിന്റെ ഭാഗത്ത് കുറെ കാട്ടിനകത്താണ് ഇവന്റെ വീട്. ഇവൻ അവിടെ കൊണ്ടുവന്ന് ആനയൊക്കെ കാണിച്ചില്ലെന്ന് പറഞ്ഞ് ആനയെ കാണിച്ചെന്ന്, മയിലിനെ കാണിച്ചെന്ന്, പിന്നെ അവിടെ എന്തോ മാനുണ്ടെന്നോ, പിന്നെ സന്ധ്യ ആവുമ്പോ അതൊരു മരത്തിന്റെ ജില്ലയില് പുലിയൊക്കെ വന്ന് തൂങ്ങി കിടക്കും എന്നൊക്കെ പറഞ്ഞ അതൊക്കെ കാണിച്ചു.
ഇല്ലട ഒരു മരത്തിലല്ലേ പുലി വന്നിരിക്കുക സന്ധ്യയാകുമ്പോ. കശുമാവുണ്ട് അവിടെ, അതും വന്നിരിക്കാറുള്ളൂ. ഞാൻ പറഞ്ഞ മരം തെറ്റിപ്പോയി, കശുമാവ്. ഈ കശുമാവിൽ വന്ന് കശുമാവ്. പുലി ഇങ്ങനെ കാത്തിരിക്കും. ചിലപ്പോഴൊക്കെ അത് ഇരുന്ന് ബോറടിക്കുമ്പോ തൂങ്ങി കിടക്കാറുണ്ടെന്നാ പറഞ്ഞത്. അപ്പം കശുമാവിൽ പുലി എന്തിനായിരിക്കും പറഞ്ഞത്? അതിനെ മേളിൽ കിടന്ന് പോയിരുത്തിക്കാൻ സമാധാനമായിട്ടിരിക്കാനായിരിക്കും. കശുമാവിലിരുന്ന സമാധാനം കിട്ടുമല്ലേ പുലിക്ക്? അവർക്ക് ഇങ്ങനെ ലോങ് കാണാലോ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. അങ്ങനെ കശുമാവിലിരുന്ന് കഴിഞ്ഞാൽ ദീർഘവീക്ഷണം കിട്ടും, ലോങ് ആയിട്ട് സ്ഥലങ്ങളൊക്കെ കാണും. അവിടെ പോണ സാധനങ്ങളൊക്കെ സൈറ്റ് സീയിങ്ങിന് വരുന്ന പുലി കശ്മാവിലിരുന്ന് എന്താ കാട് മൊത്തം കാണുകയായിരുന്നു. ഇനി എല്ലാം വീക്ഷിക്കുകയായിരുന്നു. ഇനി മെറിനെ എഴുതാനൊരു ത്രെഡ് ഞാൻ തന്നില്ലെന്ന് വേണ്ടല്ലോ. തിരിച്ചുതരാം. അപ്പൊ നമ്മള് ഒരു പോയിന്റോടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. SEO ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, സ്റ്റാർട്ടർ ഗൈഡിനകത്തൊക്കെ പറഞ്ഞ പോയിന്റ് ആണ്. പോയിന്റ് ഇങ്ങനെയാണ്: ഒരു പേജിന്റെ SEO ടൈറ്റിൽ കൊടുക്കുമ്പോൾ ആ ടൈറ്റിൽ യുണീക്ക് ആയിരിക്കണം. നിങ്ങൾ അങ്ങനെ തന്നെ ആദ്യം എഴുതി വയ്ക്കുക. നമ്മൾ ഓരോ പേജിന് കൊടുക്കുന്ന SEO ടൈറ്റിൽ യുണീക്ക് ആയിരിക്കണം. എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെബ്സൈറ്റിനകത്ത് ഒരു പേജിന് കൊടുക്കുന്ന SEO ടൈറ്റിൽ അതേ വെബ്സൈറ്റിനകത്ത് വേറെ പേജുകളിലൊന്നും വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, joel.com എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ ഒരു പേജിനകത്ത് ഫ്രീലാൻസ് SEO കൊച്ചി എന്നൊരു കീവേഡ് ടൈറ്റിലാക്കി, അല്ലെങ്കിൽ ആ കീവേഡ് ഉൾപ്പെടുത്തിയ ഒരു നല്ല ടൈറ്റിലാണ് ജോയിൽ കൊടുത്തേക്കുന്നത്. അതേ ടൈറ്റിൽ, ആ പേജിന് കൊടുത്ത അതേ ടൈറ്റിൽ ആ വെബ്സൈറ്റിനകത്ത് വേറൊരു പേജിനകത്ത് വരാൻ പാടില്ല. അതായത് ഓരോ പേജിന് കൊടുക്കുന്ന SEO ടൈറ്റിലും യുണീക്ക് ആയിരിക്കണം. യുണീക്ക് ആയിരുന്നു പറഞ്ഞാൽ മനസ്സിലാക്കണം. ഒരു പേജിനകത്ത് കൊടുക്കുന്ന SEO ടൈറ്റിൽ അതേ വെബ്സൈറ്റിനകത്തുള്ള വേറൊരു പേജിന് വരാൻ പാടില്ല. വന്നാൽ ഗൂഗിൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ടൈറ്റിലായിട്ട് എടുക്കുകയും അതൊരു റോങ് ആയിട്ടുള്ള രീതിയായിട്ട് എടുക്കുകയും, ഡ്യൂപ്ലിക്കേറ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അത് കുറ്റം പറയുകയൊക്കെ ചെയ്യും. ഗൂഗിൾ തന്നെ സെർച്ച് കൺസോൾ വഴി അത് കുറ്റം പറയുന്നുണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നുണ്ടാവും. ഇങ്ങനെ വരുന്ന പേജുകൾ അബദ്ധത്തിന് എങ്ങാനും ജോയിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന 2 പേജുകളിൽ ഒരേ ടൈറ്റിൽ വന്നു പോയാൽ ഈ 2 പേജുകളും തമ്മിൽ ആ ടൈറ്റിലിനകത്തുള്ള കീബോർഡുകളിൽ റാങ്ക് ചെയ്യാനുള്ള ഒരു മത്സരം ഉടലെടുക്കും. ഒരു വെബ്സൈറ്റിനകത്ത് തന്നെയുള്ള 2 പേജുകൾ ഒരേ കീവേഡിന് വേണ്ടി മത്സരിക്കുന്ന ഈ അവസ്ഥയെ കാനിബലിസം എന്ന് പറയും. കാനിബലിസം എന്ന് പറയുമ്പോൾ, കാനിബൽസ് എന്ന് പറഞ്ഞൊരു വാക്കിനകത്ത് നിന്നാണ് കാനിബലിസം ഉണ്ടായത്. കാനിബൽസ് എന്ന് പറയുമ്പോൾ ഒരേ വർഗത്തിലുള്ള ജീവികളെ തിന്നുന്ന ജീവികളെയാണ് കാനിബൽസ് എന്ന് പറയാം. ഉദാഹരണത്തിന് പുലി ഒരു കാനിബലാണ്. പൂച്ച വർഗത്തിലുള്ള ജീവികൾ അതേ വർഗത്തിലുള്ള ജീവികളെ തിന്നാറുണ്ട്. ഹ്യൂമൻ കാനിബൽസ് എന്ന് പറഞ്ഞാൽ നരഭോജികളായിട്ടുള്ള മനുഷ്യരെയാണ് ഹ്യൂമൻ കാനിബൽസ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, ഒരു വെബ്സൈറ്റിനകത്ത് തന്നെയുള്ള 2 പേജുകൾ ഒരു കീവേഡിന് ഒരേ ടൈറ്റിൽ അറിയാതെ നമ്മൾ ഇട്ടുപോയാൽ ആ ടൈറ്റിലിനകത്തുള്ള കീവേഡുകളിൽ 2 പേജുകളും മത്സരിക്കാൻ സാധ്യത ഉണ്ടാകും. അങ്ങനെ ഒരു വെബ്സൈറ്റിനകത്ത് തന്നെയുള്ള 2 പേജുകൾ ഒരു കീവേഡിന് മത്സരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആ പേജുകളിൽ 2 പേജുകളും ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് റാങ്ക് ചെയ്ത് താഴെ ഇപ്പോൾ 5ാമത്തെ 6ാമത്തെ പൊസിഷനിൽ ഒരു പേജ് ഒരിക്കൽ കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ ജോയലിന്റെ വെബ്സൈറ്റിനകത്തുള്ള 2 പേജുകൾ ഒരേ ടൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു പേജ് ഒരു 7ാമത്തെ പൊസിഷനിൽ ഒരു സമയത്ത് കിടക്കുന്നുണ്ടാവും. 2 ദിവസം കഴിയുമ്പോൾ അടുത്ത പേജ് അതേ സ്ഥാനത്ത് വന്ന് കിടപ്പുണ്ടാവും. അങ്ങനെ ഈ 2 പേജുകളും തമ്മിൽ മത്സരിച്ച് കിടന്നോളും. വേറെ ആണുങ്ങളുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് മുകളിലോട്ട് പൊക്കോളും ചെയ്യും. നമ്മൾ അവിടെ തന്നെ കിടക്കും. അതാണ് കാനിബലിസം. അപ്പൊ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇതാണ്: ഓരോ പേജിന്റെ SEO ടൈറ്റിൽ കൊടുക്കുന്ന ടൈറ്റിലുകളും യുണീക്ക് ആയിരിക്കണം. ഡ്യൂപ്ലിക്കേഷൻ വരാൻ പാടില്ല. യുണീക്ക് അല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കാണിക്കും. ഇനി SEO ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള 1-2 ചെറിയ പോയിന്റുകൾ കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് നെക്സ്റ്റ് തിങ്കളാഴ്ച പ്രോബബ്ലി വൈകുന്നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. ടൈറ്റിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മെറ്റാ ഡിസ്ക്രിപ്ഷനെ പറ്റിയാണ് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഓൺ പേജ് ഒപ്റ്റിമൈസേഷനകത്തുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു. ടൈറ്റിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ ഹെഡ് സെഷനകത്തും ബോഡി സെഷനകത്തും വരുത്തുമെന്ന് പറഞ്ഞു. ടൈറ്റിലിനെ പറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ സ്നിപ്പറ്റ് എന്നുള്ള കാര്യം പറഞ്ഞു, ബേസിക് സ്നിപ്പറ്റ് പറഞ്ഞു, അഡ്വാൻസ് സ്നിപ്പറ്റ് പറഞ്ഞു. അതൊക്കെ എടുത്ത് കാണിച്ചു തന്നു. ടൈറ്റിലിന്റെ പ്രത്യേകതകളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എങ്ങനെ ഒരു ടൈറ്റിൽ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ ചർച്ച ചെയ്തത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകളെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് തിങ്കളാഴ്ച. ബൈ ബൈ. താങ്ക് യു സാർ. താങ്ക് യു സർ. ഓക്കെ.